ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ വീണ കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. കേട്ടോ, വരകളും കോണുകളും. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണക്കുകളും ഞാനൊരു 2-3 വെട്ടവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു കണക്ക് ഒരു വെട്ടം പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഒരെണ്ണം തന്നെ ഞാനൊരു 2-3 വെട്ടവും പറയുന്നത് കൊണ്ടാണ് ഞാനൊരു ഇച്ചിരി സ്പീഡ് കൂട്ടി പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്, ലൈൻസ് ആൻഡ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതൊരു ലൈനാണ് അല്ലേ. ഒരു കോർണറിൽ നിന്നും കേട്ടോ, ഒരു വെർട്ടെക്സ് എന്നാണ് ഇതിനെന്താ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിൽ നിന്ന് നോക്കിയേ, 1, 2 നോക്കിയേ, 2 വരകൾ പോയാൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ടല്ലേ, കോൺ ഉണ്ടാകുന്നുണ്ട്. നേരെ ഇരിക്കുന്ന ആംഗിളിനെ നോക്കിയേ, സ്ട്രെയിറ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്? അങ്ങനെ റൈറ്റ് ആംഗിൾ എന്നാ പറയുന്നത് കേട്ടോ. റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ. ഇനി ആ റൈറ്റ് നോക്കിയേ, ഇത് നേരെ ഇരിക്കുന്നതാണെങ്കിൽ ഇത് നോക്കിയേ, ഇത് കുനിഞ്ഞിരിക്കുകയല്ലേ, ഇച്ചിരി കുനിവോടെ, അതായത് ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്നാവും നിങ്ങളെ പറയുന്നത്. എന്താണ് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ എന്നാണ് പറയുന്നത്. നമ്മളിതെല്ലാം പറഞ്ഞതാണ്, എന്നാൽ ഇത് ലാസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. ഇത് നോക്കിയേ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഈ 90 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമല്ലോ. അതായത് നേരെ ഇരിക്കുന്ന, ഇത് മൊത്തത്തിൽ ഞാനൊന്ന് പാഠം മൊത്തത്തിൽ എന്നുള്ളതൊന്ന് നോക്കുവാണ്. നോക്കൂ നിങ്ങളെ, ഇതൊരു ലൈനാണ് അല്ലേ. ഇത് നോക്കിക്കേ, 2 ലൈനുകൾ തങ്ങളിൽ നോക്കിക്കേ ഒരു വെർട്ടെക്സിൽ അല്ലെങ്കിൽ ഒരു കോർണറിൽ വന്ന് നോക്കിയേ യോജിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നോക്കിയേ, നേരെ ഇരിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചതല്ലേ, റൈറ്റ് ആംഗിൾ കേട്ടോ, മട്ടകോൺ എന്നാണ് പറയുന്നത്. ഇത് നോക്കിയേ, ഇത് നേരെ ഇരിക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. ഇത് നേരെ ഇരിക്കുകയാണോ? അല്ല. ഇത് നോക്കിയേ, കുനിഞ്ഞിരിക്കുക അല്ലേ. അപ്പോൾ എന്താ? ലെസ് ദാൻ 90 ഡിഗ്രിയാണ് അല്ലേ. ലെസ് ദാൻ 90-നേക്കാൾ കുറവാണ്. 90യേക്കാൾ കുറവാണെങ്കിൽ എന്താ? അത് അക്യൂട്ട് ആംഗിൾ എന്നാണ് കേട്ടോ. അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ. ഇത് നോക്കിയേ, ഇത് നേരെ ഇരിക്കുവാണോ? അല്ല, ഇത് അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ എങ്ങനെ പറയും? മോർ ദാൻ 90 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ എടുത്തതാ, എൻ്റെ ചാനൽ കണ്ടവർക്കൊക്കെ അറിയാം. മോർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് കേട്ടോ, ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോൺ എന്നാണ് കേട്ടോ. ബൃഹത്ത് കോൺ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് നേരെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെ റൈറ്റ് ആംഗിൾ നിങ്ങൾ ക്ലൂ പഠിച്ച്, ഞാൻ എൻ്റെ ഇത് കാണുന്നവർക്കെല്ലാം ക്ലൂ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നോക്കിക്കേ, ഇവിടെ കട്ട പോലെ കൊടുത്തിരിക്കുവാണെങ്കിൽ എവിടെ നിങ്ങൾ പടത്തിനകത്തിൽ എന്തായാലും ഇങ്ങനൊരു കട്ട പോലെ കണ്ടാൽ അത് ഓർത്തോണം, അത് 90 ഡിഗ്രിയാണ്, അത് 90 ഡിഗ്രിയാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇത് നോക്കിക്കേ, അതിനേക്കാൾ കുറവാണ്, എന്താ അക്യൂട്ടാണ് അല്ലേ. 90-നേക്കാൾ കുറവല്ലേ 60. അപ്പോൾ അത് അക്യൂട്ട് അല്ലേ, എന്ന് വെച്ചാൽ ന്യൂനകോണാണ്. ഇത് നോക്കിയേ, ഇത് ആംഗിൾ വെച്ച് പറയും. ഇത് നോക്കി, ഇതിന്റെ ആംഗിൾ വെച്ച് ഇതൊന്ന് കാണിച്ചതാണ്. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90ആണ്, 90-നേക്കാൾ കുറവാണ്. അപ്പോൾ എന്താ? അക്യൂട്ട് കേട്ടോ, ന്യൂനകോണാണ്. ഇത് 90-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താണ്? ഒബ്റ്റ്യൂസ് അല്ലെങ്കിൽ ബൃഹത് കോണാണ് കേട്ടോ. ഇനി നോക്കിയാൽ ഇപ്പുറത്തും അതിനെക്കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കുനിഞ്ഞും നൂന്നും ഒക്കെ ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞാൽ ഇതിനകത്തിലൊന്നും ഒന്നുമില്ല. ഒരു ലൈൻ വരച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഇനി നോക്കണേ കുഞ്ഞുങ്ങളെ, ഇനി ഇത് നോക്കുക. നമ്മൾ പ്രധാനപ്പെട്ടവ മാത്രമാണ്, കാരണം എല്ലാം പഠിപ്പിച്ചതാണ്. പ്രധാനപ്പെട്ടവ മാത്രം പറയുകയാണ്. നോക്കിയാൽ ഇതൊരു വരയാണ്. ഈ വരയ്ക്കകത്തിൽ മറ്റൊരു ലൈൻ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 50 ഡിഗ്രി ഉണ്ട് കേട്ടോ. അത് ഓർത്തോടെ. അങ്ങനെയാണെങ്കിൽ ലീനിയർ പെയറെന്നോ കേട്ടോ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതിനകത്ത് കൂടുതൽ ഒരു ജോഡി സമീപ കോണുകളിലെയും കോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും കേട്ടോ. 2 വരകൾ മുറിച്ച് കടക്കുമ്പോൾ അങ്ങോട്ടൊക്കെയുള്ള നമുക്ക് ഇനി ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മുമ്പിലെ തീരം പറയുകയാണെങ്കിൽ, ഒരു വരയെ വേറൊരു വര മുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളിൽ ഒരെണ്ണം അറിഞ്ഞാൽ നമുക്ക് മറ്റേത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. ഇങ്ങനെ നിങ്ങൾ എപ്പോൾ കണ്ടാലും എന്ത് ചെയ്താൽ മതി? അതായത് ഇത് മൊത്തത്തിൽ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയേ, മൊത്തത്തിൽ എടുക്കുമ്പോഴേ പ്രൊട്രാക്ടർ നോക്കുമ്പോൾ അവിടെ എത്രയാ? 180 ആണ് കേട്ടോ. പ്രൊട്രാക്ടർ എടുത്ത് നോക്കണേ, 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 50 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 130 വരും കേട്ടോ. 180-ൽ നിന്നും ഈ 50 എന്ന് വെച്ചാൽ പ്രൊട്രാക്ടർ നമ്മൾ ഇങ്ങനെ എടുത്ത് അളവ് വരയ്ക്കുമ്പോൾ 50 വരെ വന്നു. അപ്പോൾ ഇവിടെ എത്ര? 130 കൂടെ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഒരു കട്ട ഉണ്ടോ? ഈ കട്ട വന്നാൽ 90 ആണ് അല്ലേ. ഈ 90-യുടെ ബാക്കിയല്ലേ ഇങ്ങോട്ട്. ഇവിടെ 90 ഇവിടെ 90 ആകുമ്പോഴല്ലേ 180 വരുന്നത്. അപ്പം ഇവിടെ 90 അല്ലേ, നമ്മൾ ഓർമ്മയുണ്ടേ. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 150 ആണ്. ഇത് മൊത്തം എത്ര ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്, 180 ആണ്. 180-ൽ നിന്ന് ഈ
എത്ര ഈ 90 കേട്ടോ. 90 എന്ന് വെച്ചാൽ നേർ പകുതി പെർപെൻഡിക്കുലർ ലൈൻ, ഒരു ലൈൻ വരച്ചിട്ട് അതിനെ നേരെ താപ്പോട്ട് വരച്ചാൽ ഈ ഭാഗവും കട്ടയായിരിക്കും, ഈ ഭാഗവും കട്ടയായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. രണ്ടിടത്തും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 90 ഉണ്ട്, ഇവിടെ 50 വരെ ഉണ്ട്. ഇനി എത്രയും കൂടെ വേണം? 40 കൂടെ വേണം. കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 90 വരണം കേട്ടോ. അത് നമ്മൾ താപ്പോട്ട് അവർ ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും. കാരണം 50 40 90 ഇവിടെ 90 കാരണം ഇവിടെ കട്ട കൊടുത്തിട്ടുണ്ട് 90 ആണ്. ഇവിടെ നോക്കിയാൽ 50 130 ഒക്കെയാണ്. കാരണം എന്താ, ഒരു പ്രൊട്രാക്ടർ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ആ ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ലീനിയർ പെയർ, അഡ്ജസൻ്റ് ആംഗിളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. തീരം പറയാനെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇപ്പോൾ ഒരു വര വരയ്ക്കുക, ഒരു ലൈനെ കേട്ടോ. ഇതൊരു ലൈനാണ്. ഈ ലൈനെ ഏതാണ്ട് ഞാൻ ഇങ്ങനെ ഒരു വരവുണ്ട് ഒന്ന് മുട്ടിച്ചെന്ന് വെച്ചോ. നിങ്ങൾ ഈ ക്ലൂ അങ്ങ് പഠിച്ചാൽ മുട്ടിച്ചു. ഞാനിവിടെ പറയുകയാണ് ഇത് 140 ഉണ്ട് എന്ന് ഞാൻ പറയുക. എത്രയാ? 140 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലാക്കണേ. ഒരു വശം ഏതെങ്കിലും ഒരു വശം നമുക്ക് തരും, നിങ്ങൾ പേടിക്കേണ്ട. ഏതെങ്കിലും ഒരു വശം നമുക്ക് തരും. അപ്പോൾ അവിടെ എത്രയാ? 140 നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. 140. അപ്പോൾ എന്തോ ചെയ്താൽ മതി? 180 നമുക്കറിയാം കേട്ടോ. 180 അറിയാം. അപ്പം 140 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? ഇവിടെ 40 വരുന്നത്. 40 കേട്ടോ. ഇത് പാഠം ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഓടിച്ചിട്ടൊന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വിശദീകരിച്ചുള്ള നോട്ട് കേട്ടോ. അതായത് നോക്കൂ നിങ്ങൾ, ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ്. നോക്കിക്കേ, ഇത് ഓർത്താൽ മതി കണ്ടോ. 2 മീറ്റ് 180 ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ഓക്കെ ആണേ. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ കണ്ട് ഇത് നമ്മൾ ചെയ്തതാണ്. ഇത് മൊത്തം 180 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 25ഉം 50ഉം നമുക്ക് തന്നിട്ടുണ്ട്. 25ഉം 50ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 75 ആണ് അല്ലേ. 25ഉം 50ഉം കൂടെ കൂട്ടിയാൽ 75 ആണ്. ഇനി എത്ര കൂടെ വേണം 180 ആവാൻ? 180 75 105ഉം കൂടി വേണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ വെച്ചാണ്. ഇതിൻ്റെ തന്നെ ഞാനൊരു 2 പാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഒരു സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആവും നിങ്ങളെ? 180 ആണ് കേട്ടോ. ഇതിൻ്റെ മൂല എന്ന് വെച്ചാൽ ഇത് 30 ആണ്, ഇത് 60 ആണ് അല്ലേ. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 90 വരണം. ഇതും 90 ആണ്. 90 കേട്ടോ. ഇനി ഇതും എന്താണ്? 45 ആണ്. ഇതും 45 ആണ്. ഇവിടെ 90 ആണ്. ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഏറ്റവും ചെറിയ വശം 30 ആണ് കേട്ടോ. സെറ്റ് സ്ക്വയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കേ, 90 ഡിഗ്രി സെറ്റ് സ്ക്വയറിനെ തന്നെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ച് കേട്ടോ. പിന്നെ നേരെ ഇരിക്കുന്ന സെറ്റ് സ്ക്വയർ ഇങ്ങനെ നേരെ 2 വശം ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ മുകൾ വശം 90 ഡിഗ്രിയാണ്. നിങ്ങളതൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് കണക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു കണക്ക് ഇത് ചെയ്തിട്ടേക്കുന്നതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പറയുവാണ്. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? ഇത് മൊത്തം നമുക്കറിയാം. ഇത് മൊത്തം എന്ന് പറയുന്നത് 180 ആണ് അല്ലേ. അതിനകത്ത് നിന്ന് 30 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 150 ആണ്. ഇനി 150 ആണ് അല്ലേ. 180 നിന്ന് 30 അങ്ങ് പോയി കഴിഞ്ഞാൽ 150 ആണ്. ആ 150നെ ഇവിടെ തുല്യമായിട്ട് ഓക്കെ, 2 ഇത് ഒരുപോലെയല്ലേ, തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര വരും? 75ഉം 75 കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ, എന്നാലും ഞാൻ പറയാം. 75 കേട്ടോ. ഓക്കെ ആണോ? തുല്യമായിട്ട് വിരിച്ചു കൊടുക്കണം. നണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് നോക്കിയേ, 110 70. കാരണം അടുത്തടുത്ത 2 അതിനെക്കുറിച്ച് ഇനി നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. എവിടെയാ അഡ്ജസൻ്റ് ആംഗിൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ. ഇതൊക്കെ ഓക്കെ ആണോ? ഇതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നണ്ടേ ഞാനൊരു കുഞ്ഞുങ്ങളെ ഏതാണ്ടേ ഇങ്ങനൊരു വര വരച്ചു. ഞാനതിനെ ഇങ്ങനൊരു വര വരച്ചു. ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പം ഞാൻ ഇവിടെ പറയുകയാണ്, ഇത് 50 ഉണ്ട്, ഇത് 50 ഡിഗ്രി ഉണ്ട്. നിങ്ങൾ ഇവിടെ എക്സിൻ്റെ വില കണ്ടുപിടിക്കൂ എന്നാണ് നമ്മളോട് ഒന്നാമത്തെ ചോദിച്ചെന്ന് വെച്ചോ. ഒന്നാമത്തെ ചോദ്യം ഇതിൻ്റെ എളുപ്പ വഴി പറയാം കേട്ടോ. അപ്പം നമ്മൾ ഓർത്തണം, ഒരു വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുകയാണ് അല്ലേ. അപ്പോൾ ഓർത്തോണം 180 ആണ്. 180യെ 50 കുറച്ച് കാണിക്കണം. അപ്പോൾ എത്രയാ? 130 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഈസിക്കൽ ടു 130 ആണ്. ഇവിടുത്തെ ആംഗിള് 130 ഡിഗ്രിയാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പം പിടികിട്ടിയോ? അതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ എഴുതിയത് ഇപ്പം മനസ്സിലായോ? അതായത് ഞാനാണ്ട് ഇങ്ങനൊരു വര വരച്ചു, അതിനെ ഇങ്ങനൊരു വര വന്ന് യോജിപ്പിച്ചു. ഇവിടെ വര വന്നു. ഞാൻ ഇനി അതിനെ താപ്പോട്ട് അങ്ങ് വരച്ചെന്ന് വെച്ചതുണ്ടേ, താഴോട്ടങ്ങ് വരച്ചു. മനസ്സിലായോ? താഴോട്ടങ്ങ് വരച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തന്നത് 50 ആണ് കേട്ടോ. ഓർത്തോണേ നിങ്ങൾ, ഇവിടെ 50 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ എത്രയാണ്?
ഇവിടെ നമുക്ക് കിട്ടി ഏതാ 180 നിന്നും 50 കുറച്ചപ്പോൾ 130 കിട്ടി. ഇനി നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, എന്തുവാണെന്നറിയോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഇത് തന്നെയായിരിക്കും. ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ നിങ്ങളെ, ഇതല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ അറിയാമല്ലോ? ഓപ്പോസിറ്റ് എന്താ? എതിരെ കിടക്കുന്നത്, എതിരെ കിടക്കുന്ന ആരാ? ഇതിൻ്റെ എതിരെ 50 തന്നെയാണ് കേട്ടോ, 50 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഇതാണ് അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എത്ര? ഇത് 130 ഡിഗ്രി തന്നെയാണ്. ഇത് പഠിക്കാമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇപ്പം എളുപ്പമല്ലേ? മനസ്സിലായോ? ഓപ്പോസിറ്റ് അതുകൊണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്. മനസ്സിലായോ? അപ്പോൾ 70 നിങ്ങളോട് ചോദിക്കും ഇതെത്ര എന്ന് കണ്ടുപിടിക്കുക. ഇതെത്ര? ഇതിനൊക്കെ എളുപ്പം മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് 70 ആണ് അല്ലേ? 70 ഇതിൻ്റെ 70ൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് 70 ആണ് കേട്ടോ. ഇവിടെ നോക്കിയേ 110ഉം 70ഉം അല്ലേ? 110ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര? 110. 70ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് അങ്ങ് പറക്കി എഴുതാന്നുള്ളത് കേട്ടോ. ചരിഞ്ഞ വരയും വിലങ്ങനെയുള്ള വരയുടെ ഇടത് ഭാഗവും മാത്രവും എടുത്താൽ താഴത്തെ ഇടതുകോണും ഒക്കെ കിട്ടുമെന്ന സംഭവം മനസ്സിലായല്ലോ? ഓക്കെ ആണേ? ഓക്കെ, അടുത്തത് ഇതുപോലെ ഈ ചിത്രത്തിൽ നിന്ന് മറ്റു 3 കോണുകൾ നമ്മൾ കണക്കാക്കുക. ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഒരു കോണ് മാത്രം നമുക്ക് തന്നിട്ട് ബാക്കിയുള്ള കോണുകൾ കണ്ടുപിടിക്കാം കേട്ടോ. നമ്മൾ എന്തോ ചെയ്യണം നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഓപ്പോസിറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും, കാരണം ഇവിടെ ചെയ്തിട്ടുണ്ട് 50 50. ഇനി നമുക്കറിയാം, നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞതാ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഓരോ ജോഡിയിലെയും 2 കോണുകളും അടുത്തടുത്താണല്ലോ. ഇവിടെ നോക്കിയേ, ഇത് ഒരു വര, ഈ വരയെ അടുത്തടുത്ത് കിടക്കുന്ന കോണ്, ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ആരാ? ഇതാ. ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ആരാ? ഇതാ. ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ആരാ? ഇതാ. ഈ തൊട്ടടുത്തടുത്ത് കിടക്കുന്ന കോണുകളെ നമ്മൾ അഡ്ജസൻ്റ് ആംഗിൾ എന്നാണ് പറയുന്നത് കേട്ടോ. സമീപ കോണുകൾ. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? അതിനോട് ചേർന്ന് കിടക്കുന്ന ആംഗിൾ. ഇപ്പം ഇതിൻ്റെ അഡ്ജസൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഇതായിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം കേട്ടോ. ഈ കോണിൻ്റെ അഡ്ജസൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആംഗിൾ ആരാ? ഒന്നുകിൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഇതാ, ഇതിൻ്റെ വരയോട് ചേർന്ന് കിടക്കുന്ന ഇതാ, അല്ലെങ്കിൽ ഇതായിരിക്കും കേട്ടോ. ഇത് രണ്ടും എന്താണ്? ഇതിൻ്റെ അഡ്ജസൻ്റ് ആംഗിളാണ്, അടുത്ത് കിടക്കുന്ന വര. മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങളിവിടെ 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 130 അല്ലേ? കാരണം എന്താ? 130ഉം 50ഉം 180. ഇവിടെ 130 ആണെങ്കിൽ എത്ര? ഇവിടെ 130. എളുപ്പമല്ലേ? ഇല്ലയോ? ഓപ്പോസിറ്റ് ആംഗിൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും 45 ഓപ്പോസിറ്റ് ആംഗിൾ ഇല്ലയോ? ഇനി 180ൽ നിന്നും 45 കുറച്ചേ. 180 മൈനസ് 45 ഇങ്ങോട്ട് കൊടുത്തു 10. 10ൽ നിന്ന് 5 പോയാൽ 5 പിന്നെ ഇവിടെ 7 ഉള്ളൂ. 7ൽ നിന്ന് 4 3 135. ഇവിടെ നോക്കൂ നിങ്ങളെ 135 എങ്ങനെയാ വന്നതെന്ന് അറിയണേ. 135. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റും 135 കേട്ടോ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 120 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? 120 തന്നെ. ഇവിടെ 120 ആണെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ആംഗിൾ എത്ര? ഈ വലിയ വരയെ കാണുമ്പോഴേ ഓർത്തോണോ ഇത് 180 ആണ്. വലിയ വര എവിടെ വരയ്ക്കുന്നു അത് 180 ആണ്. അപ്പോൾ 120 ആയി. അപ്പോൾ ഇവിടെ എത്ര? 60. അപ്പോൾ ഇവിടെ എത്ര? 60. ഇതേ ഉള്ളൂ കേട്ടോ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ വലിച്ചു വാരി അങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഒരുപാട് തീർമുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ചെറിയ കോണ് രണ്ടിനും ഒരേ അളവാണ്. ഇവിടുത്തെ ചെറിയ കോൺ നോക്കി, ഇത് രണ്ടും ചെറുതും, ഇത് നോക്കിയാൽ വലുതാണ്. ഇത് രണ്ടും ഒരേപോലെയല്ലേ? വലിയ കോൺ രണ്ടിനും ഒരേ അളവാണ്. വലിയ കോൺ രണ്ടും ഒരേ അളവല്ലേ? ഇല്ലയോ? ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ, ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടെ കൂട്ടിയാൽ, ഇത് വലുതല്ലേ? ഇത് വലുതും ഇത് ചെറുതൂടെ കൂട്ടിയാൽ എത്ര വരണം? 180 വരണം കേട്ടോ. ചെറിയ കോണും വലിയ കോണും കൂടെ കൂട്ടിയാൽ എത്ര? 180 വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ആംഗിളാണോ കൊടുത്തേക്കുന്നത്? ഇത് ആംഗിളാ. എന്നാലും ഞാൻ ക്ലൂ പറഞ്ഞിട്ടുണ്ട്. ഇതാ കട്ട എന്ന് എവിടെ കണ്ടാലും എന്താ? 90 ആണ്. അപ്പോൾ ഇവിടെ 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് 90 ഇവിടെ 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 90 ഇത് 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 90 ഇതെല്ലാം ഡിഗ്രിയാണേ കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ നോക്കൂ നിങ്ങളെ, നേരെയാണ്, പെർപെൻഡിക്കുലറാണ് അല്ലേ? നേരെ വര മുറിച്ചു തന്നെ അല്ലത് കട്ടയാ? 90 ആണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴേ പടപടാന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നേരെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ കേട്ടോ, അതെന്താ? 90. ഒന്നും ആലോചിക്കണ്ട, 90 കേട്ടോ. അപ്പോൾ ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞ തിയറമാണ്. 2 വരകൾ മുറിച്ച് കടക്കുമ്പോൾ ഒരു വര മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ 2 വലിയ കോണുകൾ. നോക്കി, ഇതൊരു വലിയ കോണ്, ഇതൊരു വലിയ കോൺ. വാ തുറന്നിരിക്കും. നോക്കിയേ, ഇത് ഒത്തിരി തുറന്നിരിക്കുകയല്ലേ? അപ്പോൾ അതുകൊണ്ട് വലിയ കോണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് നോക്കിയേ, 2 ചെറിയ കോണ്. അപ്പോൾ 2 വലിയ കോണുകളും 2 ചെറിയ കോണുകളും കാണും. ഈ ചെറിയ കോണും വലിയ കോണും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? നമ്മളിപ്പോൾ പറഞ്ഞതാ, ചെറിയ കോണും വലിയ കോണും കൂടെ കൂട്ടുമ്പോൾ 180 വരികയും വേണം കേട്ടോ. 4 കോണുകളും 90 ഡിഗ്രി ചരിഞ്ഞാണ് ഇപ്പം നമ്മൾ വരച്ചത് അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അതിനെ മട്ട കോണെന്നാണേ പറയുന്നത്. ഇവിടെ നോക്കിയേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതി അനുസരിച്ച്
ഇത് രണ്ടും ചെറിയ കോണും ഇത് രണ്ടും വലിയ കോണുമാണ് അല്ലേ? രണ്ട് വരകൾ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ പലതരത്തിൽ ഇത് രണ്ടും ചെറുതും ഇത് രണ്ടും വലുതും അല്ലയോ? അതുപോലെ തന്നെ എന്താ ഇത് നോക്കിക്കേ, ഇനി നമ്മൾ പറഞ്ഞത് അടുത്തടുത്ത രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം കേട്ടോ. ചെറുതും വലുതും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അങ്ങനെയാണ് ഇതെല്ലാം ഓരോ രീതിയിൽ നമുക്ക് ഈ 4 രീതിയിലും നമുക്ക് ഇതിനെ വരയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഓരോ പാർട്ടായിട്ട് വിശദീകരിച്ചാൽ ഞാൻ പിന്നെ മൊത്തം കൂടെ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ 2 വരകൾ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ, ഓരോ ജോഡി സമീപകോണങ്ങൾ എന്ന് വെച്ചാൽ അഡ്ജസൻ്റ് ആംഗിൾ ആണ്, അവയുടെ തുക 180 ആണ്. ഓരോ ജോഡി എതിർ കോണുകളിലെയും കോണുകളും തുല്യമാണ് കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്തതാണ്. ഇതൊക്കെ നോക്കൂ നിങ്ങൾ. ഇവിടെ 40 ഈ കട്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ 90 ഡിഗ്രി ആണ്. എവിടെ കട്ടയുണ്ടോ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റും അത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി? ഇനി ഇത് 40 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 40. നോക്കണം കുഞ്ഞുങ്ങൾ. നമ്മൾ 1 2 3 4 ആംഗിൾ ഒന്നും ആലോചിക്കാതെ ഒരു കണക്കും ചെയ്യാതെ നമ്മൾ ചെയ്തു. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ഇവിടെ കട്ട ഉണ്ടോ? കട്ട. ഇനി ഈ കട്ടയുടെ ഓപ്പോസിറ്റ് എന്താ? പെർപെൻഡിക്കുലർ ലൈനാണ് ഈ കട്ട എന്നല്ലേ കേട്ടോ. കുറച്ച് നേരം കൊണ്ട് ഞാൻ കട്ടപ്പാന്നും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നേരെ ഈ വരയ്ക്കുന്നതിനെയാണ് പെർപെൻഡിക്കുലർ ലൈൻ കേട്ടോ, ലംബം നേരെ വരയ്ക്കുക. അപ്പം ഇവിടെ നേരെ ഉള്ളതിനാണ് അവരെന്തായി കട്ട കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 90 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും അത് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ ഒരു 40 തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? 40 ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 90 ആണെങ്കിൽ, അതായത് ഇത് 90 ആണെങ്കിൽ ഇതും 90 അല്ലേ? ആണല്ലോ, നമ്മളത് പഠിച്ചത്. അപ്പോൾ ഇവിടെ 40 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയും കൂടെ വേണം? 50 കൂടി വേണം. അവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയാ? ഇവിടെ 50 കേട്ടോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് വലിയ വരയല്ലേ? ഇതൊരു വലിയ വരയല്ലേ? ഈ വലിയ വരയുടെ അർത്ഥം എത്രയാണെന്ന് നമ്മൾ ഒത്തിരിയും പെട്ടെന്ന് ഇപ്പോൾ പഠിച്ചു. എന്താ? 180 ആണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കി, ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കി കണ്ടോ. ഇത് ഇത്രയും കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര വരും? 180 വരും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര വരും? 180 വരും കേട്ടോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണേ. ഇനി ഇത് നോക്കിയേ, ഇവിടെ 60 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര? 60. ഓപ്പോസിറ്റ് 60. ഇവിടെ 50 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര? 50. അപ്പോൾ എത്ര ആയി നിങ്ങളെ? 6 5 11 ആയി അല്ലേ? 6 5 11, അതായത് 110 ആയി. ഇനി എത്രയും കൂടെ വേണം? 70 കൂടെ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? ഇങ്ങനൊന്നും വരച്ച് വെക്കല്ലേ, ഞാനൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതെല്ലാം ഞാനിപ്പോൾ മായ്ച്ച് കളയും. ടെസ്റ്റിൽ ഇങ്ങനെ വരയ്ക്കുന്നതേ തെറ്റാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ഇത് വെച്ച് മായ്ച്ച് കളയും കേട്ടോ. 70 60 50 കൂടെ ആയപ്പോൾ 110 ആയി. 110ൻ്റെ കൂടെ 70 ആയപ്പം അത് ഫുള്ള് 180 ഫിനിഷ്. ഇവിടെ നോക്കിയേ, അതുപോലെ തന്നെ ഇവിടെ ഒരു 70 കൂടെ ഓപ്പോസിറ്റ് സൈഡ് 70 ചെയ്തപ്പോൾ അതും ഫിനിഷ്. ഓക്കെ ആണോ? ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പഠിപ്പിച്ചതിൽ? നിങ്ങൾക്ക് അഥവാ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മുടെ പാർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കയറി കാണണേ നിങ്ങൾ കേട്ടോ. ഇത് ലാസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞതാണ്. അതൊന്ന് നല്ല വൃത്തിയായിട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇത് നമുക്ക് മാത്സിൽ ഏറ്റവും നല്ലപോലെ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററായത്. അപ്പോൾ നമ്മൾ ഇനിയും പഠിക്കുന്നത് നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്നാണ്. എന്താ നിങ്ങളെ? കൂട്ടിമുട്ടാത്ത വരകൾ, നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈന്. നമ്മുടെ ടെസ്റ്റിൽ തന്നെ നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഇങ്ങനൊരു വര തന്നു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്നുണ്ടോ? നോക്കിക്കേ, കൂട്ടിമുട്ടാത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? കൂട്ടിമുട്ടാത്ത വരകൾ. ഇത് കൂട്ടിമുട്ടാത്തതാണോ നമ്മളോട് ചോദിച്ചേക്കുക. സി ദീസ് ലൈൻ, ഈ വരയൊന്ന് നോക്കൂ. ഇത് നോക്കിയേ, ദേ ഡോണ്ട് മീറ്റ്. വാട്ട് ഇഫ് വി എക്സ്റ്റെൻഡ് ദം ടു ദ റൈറ്റ്? അപ്പോൾ കൂട്ടിമുട്ടുന്നില്ല. ഉണ്ടോ? ഇവ തങ്ങളിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഈ വര അവിടെ ഇരിക്കുന്നു, ഈ വര ഇവിടെ ഇരിക്കുന്നു. കൂട്ടിമുട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. പക്ഷേ അവർ പറയുക, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നീട്ടി വരച്ചേ ഈ വരയെ കേട്ടോ. നമ്മൾ പെൻസിൽ കൊണ്ട് കുറച്ചും കൂടി ഒന്ന് നീട്ടി വരച്ചേ. അപ്പോൾ അറിയാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ഞാനിതിനെ ഒന്ന് നീട്ടാൻ പോവാം. കണ്ടേ, ഇവിടെ ഇങ്ങോട്ട് നീട്ടി. ഈ വര നേരെ എടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ട് നീട്ടി. അതിവിടെ വരുമ്പോൾ എവിടാ? കൂട്ടിമുട്ടുന്നില്ലയോ? കണ്ടോ? ആ വരയാണ് താഴെ കൊടുത്തേക്കുന്നത്. ഈ വരയെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതാ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൂട്ടിമുട്ടുന്നില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിയേ, വാട്ട് എബൌട്ട് ദീസ് ലൈൻ? ആ ലൈൻ നിങ്ങൾ നോക്കിക്കേ നിങ്ങളെ. ഈ വര എങ്ങനെയുണ്ട്? ഇത് നോക്കിയേ, ഇത് 2 വരയാ. അവ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇപ്പോൾ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഹൗ ഡിഡ് യു ഡിസൈഡ് ദാറ്റ് ദേ വിൽ മീറ്റ് ഇഫ് വി എക്സ്റ്റെൻഡ് ദം ടു ദ ലെഫ്റ്റ്?
എങ്ങനെയാണ് ഈ വരകൾ ഇടത്തോട്ട് നീട്ടിയാൽ കൂട്ടിമുട്ടുന്നതെന്ന് തീരുമാനിച്ചത്? ഈ വര എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴല്ലേ കുഞ്ഞുങ്ങളെ, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ വരയെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചാൽ എന്താ, അതാ ഇവിടെ വരുമ്പോൾ കൂട്ടിമുട്ടും. കാരണം എന്താ, ചരിഞ്ഞ വരകളാണ് അല്ലേ, അതാണ് കറക്റ്റ്. ചരിഞ്ഞ വരകളാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ, ജസ്റ്റ് ചുമ്മാ ഞാനൊന്ന് കാണിക്കാം. ഈ സ്കെയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കിയേ നിങ്ങളെ, നോക്കിയേ, ഇതിൻ്റെ ടോപ്പ് ഭാഗം എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്ററാണ് ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ ഉള്ളത്. മനസ്സിലായോ? പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിക്കേ, വേണ്ടേ, ഇവിടെ വരെ വന്നപ്പോൾ തന്നെ എന്താ 2 സെൻറ്റിമീറ്ററായി. മനസ്സിലാക്കണേ. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴെന്താ, ഇങ്ങനെ വന്നപ്പം ഇവിടെ എന്താണ് 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. മനസ്സിലാക്കിയോ? ഇതൊരു 3 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അവിടെ ഇരിക്കും പുസ്തകമേ, അടങ്ങൂ. കണ്ടോ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2, ഇത് 3. അപ്പം എന്താ, അത് ഇങ്ങോട്ട് വരുംതോറും എന്ത് ചെയ്യും നോക്കിക്കേ, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേ, ഇങ്ങോട്ട് ചെയ്തേ, ഇതിവിടെ ഇങ്ങോട്ടും ചെയ്തേ, അതെന്താ 0യിലോട്ട് ചെല്ലും അല്ലേ, എന്ന് വെച്ചാൽ അത് കൂട്ടിമുട്ടും. അങ്ങനെ പോയാൽ അതാ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് നോക്കിക്കേ, ക്യാൻ വി ഡ്രോ 2 lines which won't meet however much we extend them in any direction, അല്ലേ? ഏത് വശത്തേക്കും എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത 2 വരകൾ വരയ്ക്കാമോ? ഇതിപ്പോൾ നമ്മൾ നമ്മളൊരു പടം കാണുമ്പോൾ നമുക്കറിയാം ഇത് ചരിഞ്ഞ വരയാണ്. ചരിഞ്ഞ വരയാണെങ്കിൽ എന്താ, അത് എവിടെയെങ്കിലും കൊണ്ടിട്ട് കൂട്ടിമുട്ടും. ചരിഞ്ഞ വരയാണെങ്കിൽ അത് എവിടെയെങ്കിലും ചെന്ന് കൂട്ടിമുട്ടും. പക്ഷേ അവർ പറഞ്ഞത് എന്താ, ഏത് വശത്തേക്ക് നമ്മൾ എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത 2 വരകൾ വരയ്ക്കാമോ? സ്കെയിലിൻ്റെ 2 അരികുകളിലൂടെ വരച്ചാലോ എന്നാണ്. സപ്പോസ് വി ഡ്രോ എലോങ് ദ എഡ്ജ് ഓഫ് എ സ്കെയിൽ. നമ്മളൊരു സ്കെയിൽ എടുക്കുക. സ്കെയിലിൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് സ്കെയിലാണ്. സ്കെയിലിൻ്റെ 2 വശം മീൻസ് ഇതാണ്. ഈ സ്കെയിലിൻ്റെ ഈ വശവും ഞാൻ വരച്ചു, ഈ വശവും ഞാൻ വരച്ചു. കണ്ടോ, 2 വശങ്ങൾ. സ്കെയിലിൻ്റെ ഈ വശവും വരച്ചു, സ്കെയിലിൻ്റെ ഈ വശവും വരച്ചു. ഇനി ഒന്ന് മാറ്റി. കണ്ടോ, ഇവർ എന്താണെന്നാ പറയുന്നത്, ഈ വരകൾ ഏതെങ്കിലും വശത്തേക്ക് നീട്ടിയാൽ കൂട്ടിമുട്ടുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഏതാണ്ട് ഇവിടുത്തെ മെഷർ നോക്കിക്കേ, 3, 2.5 അല്ലേ, 2ൻ്റെ ഇതിൻ്റെ ഇത്രയാണ് വരുന്നേക്കുന്നത് അല്ലേ, 2, അതായത് 3 ആയില്ല, 3 ആവുന്നിടം വരെ നിൽക്കുക. നമുക്ക് ഇവിടോട്ട് നോക്കിക്കേ, സെയിം അത് തന്നെ വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലായിടവും ഒരേപോലെയാണ് വരുന്നതെങ്കിൽ അവ എന്താണ്, ഈ വരകൾ ഏതെങ്കിലും വശത്തേക്ക് നീട്ടിയാൽ കൂട്ടിമുട്ടുമോ എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ വരകളെ പോലെ ഒരേ അകലം നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ സ്കെയിലിൽ എടുക്കുമ്പോൾ എന്താ, ഞാൻ പറഞ്ഞു ഇത് 2.5 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതേ ഇത് തന്നെ ഇങ്ങനെ മേപ്പോട്ട് വന്നപ്പം ഇവിടെയും 2.5 ഉണ്ടെങ്കിൽ മനസ്സിലാക്കണേ, ഇവിടെയും ഞാൻ സ്കെയിലിൽ ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ ഇവിടെ 2.5 ഇവിടുത്തെ ഈ നടുവിലത്തെ കേട്ടോ. അതുപോലെ ഇവിടെയും എന്താ 2.5 2.5 ആണെങ്കിൽ അത് രണ്ടും എന്താ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. ഇവർ നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, നമ്മൾ റെയിൽവേ ട്രാക്ക് പോലെ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വരയ്ക്കുന്ന വരയെ നമ്മൾ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്ന് പറയുന്നു. എന്താ നിങ്ങളെ, അങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്, പാരലൽ. ഓർമ്മയുണ്ടോ? PARALLEL, പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ കേട്ടോ. എന്താണ് സമാന്തര വരകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഈ സ്കെയിൽ വെച്ചിട്ട് ഞാനത് ഇങ്ങോട്ട് വരയ്ക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പോൾ ഇതെന്താണ്, ഇവർ തങ്ങളിൽ ഒരു കാരണവശാലും, കാരണം നമ്മൾ സ്കെയിൽ വെച്ച് എടുക്കുമ്പോൾ ഇപ്പുറത്തെ വെച്ച് എടുക്കാം. ആ സ്കെയിൽ നോക്കിയേ, കറക്റ്റ് നോക്കിയേ, ഈ ഇപ്പുറത്തെ വശം വെച്ച് നോക്കുമ്പോൾ 1, അത് സെയിം ഇത് തന്നെ ഏതാണ്ട് ഇപ്പുറത്ത് വെച്ചു. കാരണം എന്താ, ഇവർ തങ്ങളിൽ ഒരേ മെഷറാണ് കേട്ടോ, രണ്ടും എന്താണ് ഒരേ ഇതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, അവരെ ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല. നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്കലത്തെ ഇടയിലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. പാരലൽ ലൈൻസ് ലൈക്ക് ദീസ് വിച്ച് കീപ്പ് ദ സെയിം ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെ എല്ലാം 2 2 2 ആയിരിക്കണം കേട്ടോ. അങ്ങനെ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് വിൽ നെവർ മീറ്റ് ആർ കാൾഡ് പാരലൽ ലൈൻ. ഈ സമാന്തര വരകളെ പോലെ ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത്.
സ്കെയിലിൻ്റെ അരികുകളിലൂടെ സമാന്തര വരകൾ നമുക്ക് വരയ്ക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വി ക്യാൻ ഡ്രോ പാരലൽ ലൈൻസ് അലോങ് ദ എഡ്ജ് ഓഫ് എ സ്കെയിൽ. സ്കെയിലിൻ്റെ അരിവ് നമ്മളിപ്പോൾ വരച്ച് കാണിച്ചല്ലോ, ഈ സ്കെയിലിൻ്റെ അരിവ് വെച്ച് താണ്ട് ഇങ്ങനെ വരച്ചേക്കുകയാണ്. അങ്ങനെ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ തമ്മിലുള്ള അകലം ഒരുപോലെയാണ് അല്ലേ, കാരണം ഇവിടെ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ, ഒരേ ഇതല്ലേ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, സപ്പോസ് വി വാണ്ട് ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ടു ബി 3 സെൻറ്റിമീറ്റർ. ഉദാഹരണമായിട്ട് വരകൾ തമ്മിലുള്ള അകലം 3 സെൻറ്റിമീറ്റർ വേണമെന്ന് കരുതുക. ഇവിടെ നോക്കൂ നിങ്ങളെ, 3 സെൻറ്റിമീറ്ററിൽ ഞണ്ടേ 3 സെൻറ്റിമീറ്ററിൽ നമ്മുടെ സ്കെയിലിൽ ഇങ്ങനെ വരച്ചിരിക്കുക. ഉണ്ട്, ടെസ്റ്റിലുണ്ടല്ലോ അല്ലേ. നോക്കിയേ, ഡ്രോ സം ലൈൻസ്, ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഫസ്റ്റ് ഓൾ വിച്ച് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ അല്ലേ. ആദ്യത്തെ വരയ്ക്ക് ലംബമായിട്ട്, ആദ്യത്തെ വര കണ്ടോ, ഈ ആദ്യത്തെ വരയ്ക്ക് ലംബം കറക്റ്റ് ഈ കട്ട കൊടുത്തതിൻ്റെ അർത്ഥം എന്താ, നേരെയുള്ള വരയാണ് കേട്ടോ, നേരെ ഉള്ള വരയാണ്. അതുപോലെ തൊട്ടിപ്പുറത്ത് നേരെ ഇതെല്ലാം കട്ട കൊടുത്തതിൻ്റെ അർത്ഥം ഇതെല്ലാം നേരെയുള്ള വരയാണ്. അത് പെർപെൻഡിക്കുലർ ആണ്, അതായത് 90 ഡിഗ്രി ഉള്ള, കട്ട കൊടുത്താലേ ഓർത്തോണം നേരെയുള്ള വരയാണ്, 90 ഡിഗ്രി ഉള്ള വരയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ, വി ജസ്റ്റ് നീഡ് ടു ജോയിൻ ദർ ടോപ്പ് എൻഡ്. ഇതിങ്ങനെ എല്ലാം 3 സെൻറ്റിമീറ്റർ എല്ലായിടവും വരച്ചിട്ട് ദാണ്ടെ ടോപ്പിൽ ഒരു വര നിങ്ങൾ കൊടുത്തേ കണ്ടോ. ഈ ടോപ്പിൽ 3 സെൻറ്റിമീറ്ററാണിത്, 3 സെൻറ്റിമീറ്ററാണിത്, 3 സെൻറ്റിമീറ്ററാണ്, 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ കേട്ടോ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലെ നിങ്ങൾ ആ ടോപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേ. ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാഞ്ഞത്. നമുക്ക് എക്സർസൈസ് ചെയ്യാം. അപ്പോൾ എന്താണ്, വൈ സോ മെനി പെർപെൻഡിക്കുലർ, അവിടെ എന്താ, എത്ര ലംബങ്ങളാണ്, എത്രയധികം ലംബങ്ങളാണ് നോക്കി, 1 2 3 4 5 ഇനിയും വരയ്ക്കാം, 6 7 എത്ര വേണമെങ്കിലും നമുക്കിതിൽ ലംബങ്ങൾ വരയ്ക്കാം. പക്ഷേ അവർ പറഞ്ഞ നമ്മൾ ഇത്രയും കിടന്ന് വരയ്ക്കണോ, ഓൺ ജസ്റ്റ് 2 പെർപെൻഡിക്കുലർ ഡു, നമുക്കിവിടെ 2 എണ്ണം പോരെ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ 2 വരയുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും 2 എണ്ണം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ കാരണം ഈ ലൈൻ തന്നെ ചരിവ് വല്ലതും ഉണ്ടോ, ചരിഞ്ഞ് വല്ലോ ഇങ്ങോട്ടോ മേപ്പോട്ടോ വല്ലതും ചരിവുണ്ടോ, അപ്പോൾ ഇവിടുത്തെയും 2 മെഷർ നോക്കിയാൽ മതിയല്ലോ എന്നാണ് ചോദിച്ചത്. ഒരു ലംബം മാത്രം വരച്ചാൽ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സമാന്തരമായി വരയ്ക്കാൻ ശ്രമിക്കുന്ന സമാന്തരമായി വരയ്ക്കാൻ ശ്രമിക്കുന്ന വര ചരിഞ്ഞു പോയാലോ എന്നും ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ബട്ട് ദെൻ പാരലൻസ് വി ട്രൈ ടു ഡ്രോ മെനി ടേൺസ് ഔട്ട് ടു ബി സ്ലാൻഡഡ് എന്ന് വെച്ചാൽ ചരിയുക എന്ന് കേട്ടോ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ രീതി വെച്ച് ഞാൻ നോക്കൂ നിങ്ങളെ, ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വല്ലതും മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ 2 വര, ഞാനിപ്പോൾ ഇവിടെ ഒരു വര വരച്ചു, എന്നിട്ട് നമ്മുടെ സ്കെയിലിൽ ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ മനസ്സിലാക്കണേ നിങ്ങളെ. ഇവിടെ 0 to 3 ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 0 to 3 വരച്ചു. 2 നേരെയാണ് വരച്ചത്. നേരെയെന്ന് ഉദ്ദേശിക്കുന്നതിന് ഞാൻ 90 ഡിഗ്രി ഇവിടെയും കൊടുത്തു. 90 എന്നൊന്നും പറയത്തില്ല, ഇങ്ങനെ ഒരു ബോക്സ് എടുത്തേ ഉള്ളൂ കേട്ടോ. 90 ആണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചോണം, ഇനി എങ്ങും 90 കാണത്തില്ല. അപ്പം ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങൾ ഓർത്തോണം എന്താ, അത് നേരെ പെർപെൻഡിക്കുലർ ആണ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, ഇങ്ങനെ മേളിൽ ഇങ്ങനെ വരച്ചു കേട്ടോ. അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയെന്ന് വിചാരിച്ചോ, ഉണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഇവിടെയും നമ്മൾ എത്ര, 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ പറയുവാണേ, ഈ ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ മാത്രം കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തില്ല. പക്ഷെ നമുക്ക് ഈ പടം നോക്കിയേ, ചരിഞ്ഞല്ലേ പോയേക്കുന്നത്. നോക്കിയേ, ചെറിയൊരു ചരിവില്ലേ, സ്ലാൻഡഡ്, ചരിഞ്ഞിട്ടല്ലേ പോയേക്കുന്നത് ഇല്ലയോ. ചരിഞ്ഞു പോയാലോ, സമാന്തരമായി വരയ്ക്കാൻ ശ്രമിക്കുന്ന വരയൊന്ന് ചരിഞ്ഞു പോയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം നേരെ ഇരിക്കുകയാണല്ലേ, മനസ്സിലായോ? ഇതിനെ നമ്മൾ എങ്ങനെ വരയ്ക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിനി അതെങ്ങനെ വരയ്ക്കാമെന്നാണ് തൊട്ടിപ്പുറത്തെ പേജിൽ കിടക്കുന്നത്. കണ്ടേ, ഹാവ് യു ഫൗണ്ട് ഔട്ട് ഹൗ ടു ഡ്രോ, എങ്ങനെ വരയ്ക്കാം എന്ന് നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് വരയ്ക്കാം കുഞ്ഞുങ്ങൾ. ഏതാണ്ട് വരയ്ക്ക്, അതായത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പറിനകത്തിൽ നമുക്കതൊന്ന് വരയ്ക്കാം. അതെ, ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. 8 കേട്ടോ, 8 സെൻറ്റിമീറ്റർ. എന്നിട്ട് അതിൻ്റെ ഈ സൈഡിൽ ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. 3 കേട്ടോ. ഇനി ഞാൻ ഇവിടെയൊക്കെ എങ്ങനെ വരയ്ക്കും, ഇനി അങ്ങോട്ട്, ഇപ്പം ഞാനിത് ഇത്രയും വരച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നേരെയാണോ അല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയുമെന്ന് കേട്ടോ. നമ്മൾ എന്തോ ചെയ്താൽ മതി, ഈ സെറ്റ് സ്ക്വയർ എടുക്കണം കേട്ടോ. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമ്മുടെ ഈ സ്കെയിൽ ഇങ്ങനെ തന്നെ വെക്കണം. സ്കെയില് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ സെറ്റ് സ്ക്വയറിൻ്റെ
കേട്ടോ. ഈ സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ സെറ്റ് സ്ക്വയർ ദാണ്ട് ഈ താഴെ വെച്ചാൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? താഴെ വെക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, കറക്റ്റ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതിയിൽ ഇതിനായി ഇതൊക്കെ തരുന്നേക്കുന്നത് കേട്ടോ. സെറ്റ് സ്ക്വയർ എന്തിനാണ് നമ്മുടെ ഇൻസ്റ്റം ബോക്സിനകത്ത് തന്നേക്കുന്നത്? കണ്ടോ, ഇതിങ്ങോട്ട് കറക്റ്റായിട്ട് പോവും കേട്ടോ, കറക്റ്റ് വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ. പിന്നെ ഇവിടുന്ന് താപ്പോട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ടാണ് ഇത് തന്നെ സ്കെയിലിൽ നമുക്ക് വരയ്ക്കാം. അതിന് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ. ഇനി മേളിൽ നമുക്കിപ്പോൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കണമെന്ന് വെച്ചു. നമുക്ക് ഇത്ര കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ 3 ഇവിടെ അല്ലേ, ആ 3-ൽ വെച്ചിട്ട് കണ്ടോ, 3-ൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ കണ്ടോ, ഇങ്ങനെ പോവാം. മനസ്സിലായോ? 3 മനസ്സിലാക്കണേ. സെറ്റ് സ്ക്വയർ വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടോ. 3 നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ കണ്ടോ, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 3-ൻ്റെ ഇവിടെ വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ, മേളിലത്തെ ലൈനും താഴത്തെ ലൈനും ഒക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അത്രയും. അതായത് സ്കെയിലിൽ അമർത്തി പിടിച്ചുകൊണ്ട് മട്ടം ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീക്കി ഒരു സമാന്തരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അടുത്ത നമ്മൾ ലൈൻസ് ആൻഡ് സ്ലാൻഡ് എന്ന് വെച്ചാൽ ചരിവെന്നാണേ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ചില വാക്കുകളൊന്നും പഠിച്ചോണേ. ലൈൻസ് എന്ന് വെച്ചാൽ വര, സ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തത്, ചരിവ്. ചില വാക്കും കൂടെ അങ്ങ് പഠിച്ചു പോയിക്കോണേ. ഇവിടെ നോക്കിയേ, സീ ദിസ് പിക്ചർ, ഈ പടം നോക്കിക്കേ. വി വാണ്ട് ടു ഡ്രോ എ ലൈൻ പാരൽ ടു ദ സ്ലാൻഡഡ് ലൈൻ ത്രൂ ദ പോയിന്റ് മാർക്ക്ഡ് ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ. വിലങ്ങനെയുള്ള വരയിൽ വലതുവശത്ത് നിന്ന് അടയാളപ്പെടുത്തിയ സ്ഥാനത്തിലൂടെ ചരിഞ്ഞ വരയ്ക്ക് സമാന്തരമായിട്ട് ഒരു വര വരയ്ക്കണം. വി വാണ്ട് ടു ഡ്രോ വിലങ്ങനെയുള്ള വരയിൽ വലതുവശത്ത് അടയാളപ്പെടുത്തിയ സ്ഥാനത്തിലൂടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കണേ. അതിനകത്തിൽ നോക്കിക്കേ, വിലങ്ങനെയുള്ള വരയിൽ വലതുവശത്ത് അടയാളപ്പെടുത്തിയ സ്ഥാനത്തിലൂടെ ചരിഞ്ഞ വരയ്ക്ക് സമാന്തരമായിട്ടൊരു വര വരയ്ക്കണം. എന്നിട്ടോ വി ക്യാൻ ഡു ഈസ് അസ് ബിഫോർ യൂസിങ് എ സ്കെയിൽ ആൻഡ് സെറ്റ് സ്ക്വയർ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ സ്കെയിലും മട്ടവും ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. ചരിച്ച് വെച്ചിട്ട് നോക്കണേ, ഡിഫിക്കൽട്ടി ടു ഡ്രോ ഇറ്റ് സ്ലാൻഡഡ് റൈറ്റ് എനി അതർ വേ. What we need is a slanted line through the point on the right. The question is how much slanted it should be. Let's check how much the line in the picture is slanted. ഇവിടെ ചരിച്ച് വെച്ച് വരയ്ക്കുന്നത് അല്പം ബുദ്ധിമുട്ടല്ലേ, ഇച്ചിരി ഡിഫിക്കൽട്ട് അല്ലേ? നമ്മൾ ഇത് വെച്ച് എങ്ങനെ നമ്മൾ ചരിച്ച് കറക്റ്റായിട്ടാണോ പോകുന്നതെന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയും? ബുദ്ധിമുട്ടല്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഡിഫിക്കൽട്ടാണ്. ഇനി അതർ വേ, മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അതുപോലെ വലതുവശത്തെ ബിന്ദുവിലൂടെ ഒരു വര ചരിച്ചും വരയ്ക്കണം. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ അടുത്തൂടെ നമ്മൾ വരച്ചെന്ന് വെച്ചോ, ഇവിടെയും കിടപ്പുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ടാണോ സ്ലാൻഡഡ് വരയ്ക്കുന്നത്? എങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരച്ചുകൂടാ? അത് കറക്റ്റായിട്ട് എങ്ങനെ വരും അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ ഇതിനു വേണ്ടി നമുക്ക് എത്ര ചരിക്കണം അല്ലേ, സ്ലാൻഡഡ് എന്തിനു വേണ്ടി ചരിക്കണമെന്നൊക്കെയാണ് നമ്മൾ ഇനിയും പഠിക്കേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ താഴെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചരിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നമ്മളൊരു വര വരയ്ക്കുക കേട്ടോ. ഒരു വര വരച്ചിട്ട് പൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുക, 50 ഡിഗ്രി പൊട്രാക്ടറിൽ 50 ഡിഗ്രിയിൽ ആദ്യം വരയ്ക്കുക. അതല്ല, മനസ്സിലായോ? നമ്മൾ ആദ്യമേ ഞാനാണെങ്കിൽ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ. എന്നിട്ട് ഞാൻ 6-ൻ്റെ അവിടെ ഒരു കുത്തു കൊടുത്തു, 4-ൻ്റെ അവിടെയും ഞാനൊരു കുത്തു കൊടുത്തു. 6-നും 4-നും ഓരോ കുത്തു കൊടുത്തു കുഞ്ഞുങ്ങളെ. എന്നിട്ട് ഞാനതിന് സ്ലാൻഡഡായിട്ടൊരു വര എനിക്ക് വരയ്ക്കണം. അവിടെ പറയുന്നുണ്ട് സ്ലാൻഡഡായിട്ടൊരു വര വരയ്ക്കണം, പക്ഷേ അത് കറക്റ്റായിട്ടായിരിക്കണം. എനിക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചെന്ന് വെച്ചോ, ഇച്ചിരി ഇങ്ങനെ വരയ്ക്കാം, ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെയായാലും അത് ചരിഞ്ഞല്ലേ, ഇങ്ങനെ ഇരുന്നെങ്കിൽ അല്ലാതെ നേരെ ആകത്തുള്ളൂ നിങ്ങൾ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എത്ര വേണോലും ചരിച്ച്, പക്ഷേ അതിനൊരു കറക്റ്റായ മെഷർ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പൊട്രാക്ടർ എടുത്തിട്ട് വരച്ചാൽ മതി കേട്ടോ. ഈ പൊട്രാക്ടർ എടുത്തിട്ട് അതിനകത്തിൽ എത്രയാണോ എടുക്കുന്നതെന്ന് നോക്കുക. ഞാൻ ഫസ്റ്റ് ഇവിടെ നോക്കിക്കേ, ഞാനൊരു 50 ഡിഗ്രി കേട്ടോ, 50 ഡിഗ്രി ചരിച്ച് വരയ്ക്കാം
കേട്ടോ. 50 ഉണ്ടേ, ഇതെടുത്തിട്ട് ഉണ്ടേ 50 ആകുമ്പോൾ ഏകദേശം ഇവിടെ വരും. 50 ഡിഗ്രി ചരിച്ച് ഞാനൊരു വര വരച്ചു കേട്ടോ. എത്ര അപ്പോൾ ഇത് 50 ഡിഗ്രി. ഇനി നമ്മൾ ഇതും എന്ത് ചെയ്യണം, അതുപോലെ കേട്ടോ. ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണ്, അതല്ല ഞാനിപ്പോൾ ടെസ്റ്റിൽ പറഞ്ഞേക്കുന്ന പോലെ അതൊരു 45 ആയെന്ന് വിചാരിച്ചു കേട്ടോ. കറക്റ്റായിട്ട് എടുക്കണേ. അതൊരു 45, 40നും 50നും ഇടയ്ക്കുള്ള വലിയ വരയാണ് 45. 45 എടുത്തിട്ട് അതിങ്ങനെ 45 എടുത്തിട്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നോക്കിയേ, ഇതിൻ്റെ ദാണ്ട് ഇവിടെ ഇങ്ങോട്ട് വരും തോറും എന്താന്നാണ്ട് അടുത്തുകൊണ്ടിരിക്കുമല്ലേ. ഇവിടെ ഞാൻ എത്ര എടുത്തത് 45, ഇവിടെ എത്ര എടുത്തത് 50. ഇവിടെ 50ഉം ഇവിടെ 45ഉമാണ്. കാരണം എന്താ, കാരണമെന്നല്ല, ഡിഫറൻ്റ് എടുത്തതാണ്. അപ്പം എന്താ, ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ വന്ന് കുറേ കഴിയുമ്പോൾ എന്താണ്, ഇവ തങ്ങളിൽ കൂട്ടിമുട്ടും. അതിൻ്റെ പടം നിങ്ങളുടെ ടെസ്റ്റിൽ കുറേ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, നമുക്ക് വേണ്ട സമാന്തര വര എത്ര ചരിവിൽ വരയ്ക്കണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്ലാൻഡഡ്. സോ ഹൗ മച്ച് സ്ലാൻഡഡ് ഷുഡ് ബി ദ പാരലൽ ലൈൻസ് വി വാണ്ട് ടു ഡ്രോ. നോക്കിയേ, 50ഉം 45ഉം ആണെങ്കിൽ അതിൻ്റെ താഴെ നോക്കിയേ, കുറച്ചുകൂടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ അടുത്തടുത്ത് കൊണ്ടിരിക്കുമല്ലേ, അല്ലയോ? അതേപോലെ നോക്കിയേ, ഇവിടെ 50ഉം കൊടുത്തിരിക്കുക. രണ്ടും ഒരേപോലെ ആണെങ്കിൽ എന്താ, അത് പാരലാണ്. ഇവരുടെ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. ആർ ദ ലൈൻസ് പാരൽ അല്ലേ? എന്താ, നമുക്ക് വരകൾ സമാന്തരമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമാന്തരമാകാൻ വലതുവശത്തെ കോണ് എത്രയായിട്ട് തന്നെ വരയ്ക്കണം. നോക്കിക്കേ, ഇവിടെ 55 അല്ലേ. ഇവിടെ 50ഉം ഇവിടെ 45ഉമാണ്. ഇവിടെ 50ഉം ഇവിടെ 55ഉമാണ്. ഇവിടെ 55 വരച്ചപ്പോൾ നോക്കിക്കേ, ഇവിടെയും ചെറുതായിട്ടൊന്ന് അടുത്തിട്ടില്ലേ. ഇത് ഇവിടുത്തെ അതേ സെൻറ്റിമീറ്ററിലാണോ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല അല്ലേ. അപ്പോൾ എന്താ, ഇത് സമാന്തരമാണോ, ഇത് പാരലാണോ? അല്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് രണ്ടും എന്താണ്, സമാന്തരമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അല്ല, രണ്ടും ഇത് സമാന്തരമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് 50 എന്നാണ് കേട്ടോ, കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. 50 കേട്ടോ. ഇവിടെ 50ഉം ഇവിടെ 55ഉമാണ്. അപ്പോൾ ഒരിക്കലും അവർ സമാന്തരമാവത്തില്ല. ഇവിടെ 50ഉം ഇവിടെ 45ഉം അവർ ഒരിക്കലും സമാന്തരമാവത്തില്ല. ആകണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ആകണമെന്നുണ്ടെങ്കിൽ സമാന്തരമാകാൻ വലതുവശത്തെ കോൺ എത്രയായി നമുക്ക് വരയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നോട്ട് ബുക്കിൽ കാണുന്ന ചിത്രം ഇതുപോലെ ഇത് കണ്ടോ, 50ഉം 50ഉം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ പാരലാവത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ ആണെങ്കിൽ, ഇപ്പം നമ്മളിങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ഇപ്പം ഇവിടെ 60 ഇവിടെയും 60, രണ്ടും ഒരേപോലെ ആണെങ്കിൽ അവർ പാരൽ അല്ലെങ്കിൽ സമാന്തരമാണ്. രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അവർ പാരലല്ല, സമാന്തരമല്ല കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ നോട്ട് ബുക്കിൽ ഈ ചിത്രം വരയ്ക്കണമെന്നാണ്. ഒരു 4 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക, 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ 100 സെൻറ്റിമീറ്റർ 100 ഡിഗ്രി അല്ലേ, പ്രൊട്രാക്ടറിൽ 100 ഡിഗ്രി ഒരു വര വരയ്ക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങൾ, നമ്മൾ പഠിച്ചാൽ ഇവിടെ എത്രയായിരിക്കും, നമ്മളോട് അത് ചോദിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ എത്രയായിരിക്കും, 100ൻ്റെ ഓപ്പോസിറ്റ്. കാരണം ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടുകയില്ലേ, ഇവിടെ 80 ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടിയേക്കും കേട്ടോ. അപ്പോൾ 180. നമ്മളോട് അതല്ല ചോദിച്ചേക്കുന്നത്, നമുക്ക് അതിൻ്റെ ബാക്കി താണ്ട് അത് നിങ്ങളൊന്ന് വരച്ചിട്ട് ഇത് ഈ പടം വരയ്ക്കാൻ. How to draw a line parallel to the slanted line through the right end of the horizontal lines. We can extend to horizontal line a bit to the right and draw the parallel lines like this. ഇവിടെ വരയുടെ വലത്തെ അറ്റത്തുള്ള ചരിഞ്ഞ വരയ്ക്ക് സമാന്തരമായ വര വരയ്ക്കണം. എങ്ങനെ ഇത് വരയ്ക്കും? വിലങ്ങനെയുള്ള വര അല്പം വലത്തേക്ക് നീട്ടി വരച്ച് എങ്ങനെ സമാന്തരമാക്കാം? 4 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്തിലൊന്നും ആലോചിക്കേണ്ട കുഞ്ഞില്ല, ഞാനത് വരച്ച് കാണിക്കാം. എന്നാണ്ട് നമുക്ക് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 സെൻറ്റിമീറ്റർ സ്കെയിലെടുക്കുക. സ്കെയിലുണ്ടല്ലോ എല്ലാവർക്കും, അതെ, സ്കെയിലെടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതെ, 0 മുതൽ 4 സെൻറ്റിമീറ്റർ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ ഡോട്ട് കൊടുത്തു വരണം. വന്ന് നിൽക്കുന്നത് ഇവിടാണ്, എടുത്തല്ലോ. എന്നിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൻ്റെ താഴോട്ട് വെച്ചാൽ എപ്പോഴും അത് മിസ്സിങ്. ഭാഗ്യം കിട്ടി. അല്ലേ, പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് 0 വെക്കുക. 0 വെച്ചിട്ട് 100 ഡിഗ്രി എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. 100 ഡിഗ്രി ആകുമ്പം എവിടെ വരും? ചരിച്ചല്ലേ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, 100 ഡിഗ്രി ആകുമ്പോൾ 90ൻ്റെ അപ്പുറത്ത് ഇവിടെ ആയിട്ട് വരും.
0 കണ്ട് ഇവിടാണ് 0. ഇത് വെക്കാൻ പഠിക്കണേ. നമ്മൾ ആ കുത്തിയ ഫസ്റ്റ് ഇതിലാണ് 10, 20, 30, 40 ഇങ്ങനെ വന്ന് കണ്ട് ഇവിടെ 100 കേട്ടോ. ഈ താഴത്തെ അന്ന് എടുക്കണ്ട 100 ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക കണ്ടേ, അതിനെ ഞാനങ്ങ് യോജിപ്പിച്ചു കേട്ടോ. വേണേ താപ്പോട്ടിങ്ങി വിട്ടേരെ കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് അവർ പറഞ്ഞതാണ്ട് ഇത് 100, ഇത് 100 ആണെന്ന് പറഞ്ഞു, ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞു കേട്ടല്ലോ. ഇനി വേണ്ടേ ആ 4 സെൻറ്റിമീറ്ററിൻ്റെ എൻഡിൽ വന്നിട്ട് ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ എൻഡിൽ വന്നിട്ട് ഇവിടെ വെക്കുക. എന്ത് ചെയ്യുക, 100 അതിൻ്റെ ഇവിടെ കൊടുക്കുക കണ്ടോ. അതിൻ്റെ എൻഡിൽ വന്നിട്ട് 100. അതും നമ്മൾ എന്ത് ചെയ്യുക കണ്ടേ, ഇവിടെ താപ്പോട്ട് ഈ സ്കെയിൽ തന്നെ ഇതിൻ്റെ ബാക്ക് വെച്ച്, കാരണം അളവ് നമുക്ക് ഓൾറെഡി 4 കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അതിലോട്ട് വന്നിട്ട് താപ്പോട്ട് കൊടുക്കുക കണ്ടോ. കണ്ടോ. എന്നിട്ട് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം നമ്മൾ 100 എടുത്തത്, അതുകൊണ്ടൊരു ശകലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ വരെ 4 പിന്നെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. കാരണം ഇവിടെ നമ്മൾ എത്ര വീണ്ടും നമ്മളൊരു 100 എടുത്തു കേട്ടോ. 100 ഡിഗ്രി ആണ്ടേ. ഇവിടെ വരെ 4 സെൻറ്റിമീറ്റർ എടുത്തു. അതിൻ്റെ എൻഡിൽ വെച്ചിട്ട് വെർട്ടക്സിൽ വെച്ചിട്ട് 100 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ വരച്ചു. വീണ്ടും അതിൻ്റെ എൻഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇത് വെച്ച് 100 ഡിഗ്രിയുള്ള ഒരെണ്ണം വരച്ചു. എന്നിട്ട് ഇച്ചിരി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വലതുവശത്തെ കോൺ എത്രയായിരിക്കണം, വിലങ്ങനെയുള്ള വര നീട്ടാതെ തന്നെ എങ്ങനെ വരയ്ക്കാം എന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഇവിടെ 100 അപ്പോൾ ഇവിടെ എത്രയാണെന്ന് നമുക്കറിയാം. നമ്മളൊന്നുമ്പോൾ പറഞ്ഞല്ലേ. കാരണം എന്താ, ഒരു വരയെ മറ്റു ഈ വലിയ വര എവിടെ കണ്ടാലും എത്രയാ, വലിയ വര എവിടെ കണ്ടാലും എത്ര കുഞ്ഞുങ്ങളെ, അത് എത്രയാ 180 കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാ 80 കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വരും, ഇവിടെ എത്ര ആയിരിക്കും, എത്രയായിരിക്കും ആർക്കെങ്കിലും പറയാം? എന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. ഇവിടെ 100 അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ 100 അല്ലേ, അപ്പോൾ ഇവിടെ എത്രയാ 80 കേട്ടോ. ഇത് ഇങ്ങോട്ടൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ എത്രയാ 80. അപ്പോൾ ഇവിടെ എത്രയാ 100. ഓഹ് എന്തുവാ ഇതിലെയോ, ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ അല്ലേ. ഓക്കെ, ഇവിടെ എത്ര 80, ഇവിടെ എത്ര 100. ഇൻറ്റു അടിച്ചാൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇൻറ്റു അടിക്കരുത് കേട്ടോ. ഒരു വരെ ഇങ്ങനെ വെട്ടിപ്പോയാൽ ഇവിടെ ഇപ്പോൾ 70 ആണെങ്കിൽ ഓപ്പോസിറ്റ് 70. അപ്പോൾ ഇവിടെ എത്ര 110. എങ്ങനെയാ 180 70 പോയാൽ 110. അപ്പോൾ ഇവിടെ എത്ര 110. ഓഹ് എൻ്റെ പിള്ളേർ പുലിയായിരിക്കും ഇല്ലേ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക്. വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഓൺ ദ റൈറ്റ് അല്ലേ. എന്താ, വലതുവശത്തെ കോൺ എത്രയായിട്ട് വരയ്ക്കണമെന്ന് നമ്മൾ കോണെല്ലാം നമുക്ക് നേരത്തെ അറിയാം. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിലെ അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. ഏതാണ്ട് ഇങ്ങനെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫൈൻഡ് ദ പെയർ ഓഫ് പാരലൽ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഫൈൻഡ് ദ പെയർ ഓഫ് പാരലൽ ലൈൻ. നമ്മൾ ഇതിൻ്റെ പെയർ എടുക്കണം. പെയർ ആണ് പെയർ, ജോഡി. ചുവടെയുള്ള ചിത്രത്തിലെ വരകളിൽ സമാന്തരമായ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. സമാന്തരം എന്ന് വെച്ചാൽ പാരലൽ ആയിട്ടുള്ള ഇതിനകത്തിൽ ഏതൊക്കെയുണ്ടെന്ന് എഴുതുക. പാരലൽ എങ്ങനെ അറിയാൻ പറ്റും ഇതിനകത്തിൽ? ദൈവമേ നോക്കിക്കേ, 110, 80 കട്ടയാണ്. കട്ടാന്ന് കേൾക്കുമ്പോഴേ അറിയാം. 100 കട്ടയാണ്, 70 ഇല്ലേ. ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മൾ നോക്കിയേ, ഇവിടെ 80 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പെൻസിൽ കൊണ്ട് എഴുതാം. ഓപ്പോസിറ്റ് എന്തായിരിക്കും? എന്താ, ഇവിടെ ഇപ്പുറത്ത് എന്താ 100 അല്ലേ. കാണാൻ പറ്റുന്നുണ്ടോ? 100 കേട്ടോ, 100. അപ്പോൾ എന്താ, ഇത് 180. ഓക്കെ, ഇത് കട്ടയാണ്. കട്ട പേന വെച്ച് തന്നെ എഴുതാം. അപ്പോൾ എന്താ, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റും എന്താ 90 ഡിഗ്രിയാണ്. ഇവിടെ 100 അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ 80 ഡിഗ്രിയാണ്. ഇവിടെ കട്ടയാണ്. കട്ടാന്ന് കാണുമ്പോഴേ എത്ര 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പുറം എന്താ 90 ഡിഗ്രിയാണ്. ഇവിടെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. ഓക്കെ, ഇവിടെ 70, ഇവിടെ 110. ഇവിടെ 110, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേ. എത്ര? ഇവിടെ 70. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ എല്ലാം നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഒരേപോലെയുള്ളതൊക്കെ പെയർ ഒരേപോലെയുള്ളതിനെ എടുത്തുകൊണ്ട് വരാൻ. ഒരേപോലെയുള്ളത് ആരാവും നിങ്ങൾ? നമുക്ക് ആദ്യം നോക്കിയേ, നേരെ ഇരിക്കുക അല്ലേ. പോട്ടെ, ഫസ്റ്റ് ഇത് തൊട്ടാക്കി തുടങ്ങാം. 70 110 വന്ന് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 70 110 വന്ന് ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, നാണ്ടേ. അത് അപ്പുറവും ഇപ്പുറവും ആയെന്നെല്ലാം ഉള്ളോ? അവരൊരുപോലെയല്ലേ. അപ്പോൾ ഏതാ കുഞ്ഞുങ്ങളെ? എ പി പോലെ പാരലാണ് ആരാ? ഇവിടുത്തെ EU. ഈ പാരലൽ ലൈൻ കണ്ട് ഇങ്ങനെ 2 വര വരയ്ക്കുന്നതിനെ പാരലൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ.
അത് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. ഇനി അതല്ല, നിങ്ങൾ കണ്ട എ പി പോലെയാണ് ആരാണ് EU കേട്ടോ. AP പാരൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് നോക്കി, ഇതിന് ഞാനൊരു പേര് കൊടുക്കുക. ഇപ്പം AB ഇതിനെ നമുക്ക് CD എന്ന് പറയുക. മനസ്സിലായോ? അപ്പം എങ്ങനെ ഇത് എഴുതുന്നത് അറിയോ? ABക്ക് പാരലാണ് ഈ CD കണ്ടോ, പാരൽ എന്നുള്ളതിൻ്റെ വരയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 2 വര താപ്പോട്ട് വലിയ വര വരയ്ക്കുന്നതിന് എന്താ പറയുന്നത്? ഇതായി പോയില്ലേ, ABക്ക് പാരലാണ് CD. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ആദ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. AP പോലെ 70 110 ആരാ? 70 110 EU. ഇനി അടുത്ത 100 80 ആരെങ്കിലും ഉണ്ടാവും നിങ്ങൾ? ആണ്ടെ 100 80 ആരാ? BQ അല്ലേ? BQ പോലെയാണ് ആരാ? 100 80 ആണ്ടെ DS. ഇതിൻ്റെ പേരായി പറയുന്നത് DS. കാണാൻ പറ്റുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒരുപോലെ ഉള്ളതിനെ പറക്കി എഴുതാൻ 70 110 ഉള്ളതാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ അല്ലേ? അതാ 70 110 എഴുതി APയും EUവും. അടുത്തത് BQ 100 80 ഉള്ളത് ഇതായിരുന്നു. ഏതാ? BQ പോലെയാണ് DS. അടുത്തത് 90 90 ഉള്ളത് ആരാണ്? CR ആണ്. അതുപോലെ CR പോലെ ഇവിടെ ആരാ 90 ഉള്ളത്? ET ആണ്. അപ്പോൾ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 നോക്കിയേ, 6 എണ്ണമായി. അപ്പോൾ പെയറെല്ലാം നമ്മളെടുത്തു. പെയർ എന്ന് വെച്ചാൽ ജോഡിയാണ്. ഒരുപോലുള്ള ജോഡികളെ എടുക്കാനാണ് പറഞ്ഞത്. അത് നമ്മളെടുത്തു. എന്തെങ്കിലും സംശയമുണ്ടോ? ഒരുപോലെയുള്ള ഞാൻ ഇത് നോക്കിയാൽ 70 110 ഇതിനകത്തിൽ 70 110 ഏതെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇതുണ്ട് കേട്ടോ. അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കുന്നത് പാരലീലോഗ്രാം. പാരലോഗ്രാം എന്നാണ് നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത്. പാരലോഗ്രാം അല്ലേ? പാരലോഗ്രാം പഠിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പാരലീലോഗ്രാം എന്നാണ് കറക്റ്റ് കേട്ടോ. പാരലീലോഗ്രാം എന്ന് വെച്ചാൽ സാമാന്തരികങ്ങൾ എന്നാട്ടോ പാരലീലോഗ്രാം. അത് ഇതേ ഉള്ളൂ. സീ ദിസ് പിക്ചർ. ഈ പടം നോക്കിയല്ലേ? ഈ ചിത്രവും നോക്കിയേ. ഇൻ ദീസ് the blue horizontal lines and the green slanted lines are 2 pair of parallel lines. If we erase the parts beyond the intersecting points, we get the 4 sides figure. ഇവിടെ വിലങ്ങനെയുള്ള നീലവരയും, ഇതാണ് നീലവര, വിലങ്ങനെയുള്ള നീലവരയും ചരിഞ്ഞ പച്ചവര ചരിഞ്ഞ വരയും ഓരോ ജോഡി സമാന്തരങ്ങളാണ്. ഞാണ്ടേ ഇതിന് ഇപ്പം ഞാനൊരു പേര് കൊടുക്കാം. LMNO എന്ന് ഞാനൊരു പേര് കൊടുത്തു. ഓരോ പേര് നോക്കിയേ. ഇത് AB, ഇത് CD, ഇത് LM, ഇത് NO കേട്ടോ. മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾക്കപ്പുറമുള്ള ഭാഗങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞാൽ, ഇതെല്ലാം മായ്ച്ചു കളഞ്ഞാൽ ഇതാരാണിത്? നോക്കിയേ, നമുക്കൊരു രൂപം കിട്ടിയായിരുന്നോ? എന്താ കിട്ടിയ? ഒരു ക്വാഡ്രിലേറ്റർ. 4 വശങ്ങളുള്ള ഒരു പോളിഗൺ കിട്ടി അല്ലേ? 4 വശങ്ങളുണ്ട് അല്ലേ? ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയാൻ പറ്റുമോ? പാരലീലോഗ്രാം. ഈ റെക്റ്റാങ്കിൾ ഒന്ന് ചരിഞ്ഞിരിക്കുന്നതിന് പറയുന്ന പേരാണ് റെക്റ്റാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നേരെ ഇരിക്കുക അല്ലേ? ഇങ്ങനെ നേരെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഇവിടെ 4 കോർണറും എത്രയായിരിക്കും എന്നറിയോ? ഈ കട്ടയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഈ റെക്റ്റാങ്കിൾ. നമ്മുടെ ബ്ലാക്ക് ബോർഡ്, നമ്മുടെ ബുക്ക്, ടെസ്റ്റുകൾ, ഈ ടെസ്റ്റൊക്കെ നോക്കിയേ. ഇതൊക്കെ റെക്റ്റാങ്കിളാണ്. എന്തെങ്കിലും ചരിവുണ്ടോ? മേടിച്ച 1-2 ദിവസം ചരിവില്ല. അത് കഴിയുമ്പോൾ പിന്നെന്താ? ചരിവാവില്ലയോ? അപ്പോൾ ഇതാ റെക്റ്റാങ്കിൾ. ഇനി ഇതിനെ ഒന്ന് നമ്മൾ ചരിഞ്ഞ് ഒന്ന് സ്ലാൻഡ് ഈ ചരിവ് കണ്ടോ? ഇങ്ങനെ ചരിഞ്ഞ് ഈ റെക്റ്റാങ്കിളിനെ ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലീലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അത്രയൊന്നും അറിഞ്ഞതാണ്. അത് മായ്ച്ച് കളഞ്ഞപ്പോൾ കണ്ടോ? ജനറലി എനി ഫോൺ സൈഡഡ് ഫിഗർ ആർ കാൾഡ് ക്വാഡ്രിലേറ്റർ എന്നുണ്ടല്ലോ. ചതുർഭുജമായിട്ട് 4 വശങ്ങളുള്ള, പൊതുവേ 4 വശങ്ങളുള്ള ഒരു ജ്യാമിതീയ രൂപത്തെ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലേറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 വശങ്ങളുള്ള വേറെയും പടങ്ങളില്ലേ? 4 വശങ്ങളല്ല. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വശങ്ങളുള്ള എല്ലാത്തിനെയും പറയുന്ന പേര് ക്വാഡ്രിലേറ്റർ ഉണ്ടാവും നിങ്ങൾ കേട്ടോ. നമ്മുടെ പറയുമ്പോൾ കൈറ്റ്, പട്ടം 4 വശങ്ങളുള്ള അല്ലേ? പിന്നെ ഇപ്പം പറഞ്ഞ പാരലീലോഗ്രാം, പിന്നെ റെക്റ്റാങ്കിള്, നമുക്ക് സ്ക്വയർ, പിന്നെ ട്രപ്പീസിയം,
പിന്നെന്താ റോംബസ്, കൈറ്റ്, ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ് 4 വശങ്ങളുള്ളതാണ്. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ക്വാഡ്രിലേറ്റർ കേട്ടോ. ചുവടെ വരച്ചിരിക്കുന്ന എല്ലാം ചതുർഭുജങ്ങളാണെന്ന് പറയുന്നുണ്ട്, മനസ്സിലാക്കണേ. അതുപോലെ എ ക്വാഡ്രിലേറ്റർ വിത്ത് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ഈസ് കാൾഡ് പാരലോഗ്രാം. എന്താണ് പാരലോഗ്രാം എന്നൊന്ന് ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. കാരണം തിയറിയായിട്ട് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് വരും കേട്ടോ. ഒരു ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജത്തിന് സാമാന്തരികം എന്നാണ് പറയുന്നത്. ഒരു ജോഡി എതിർവശങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ 6 ആണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ 6 ആയിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും. ആ ക്ലൂ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓരോ ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജത്തിന് സാമാന്തരികം എന്നാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് ക്വാഡ്രിലേറ്റർ വി ഡ്രോ ഈസ് എ പാരലോഗ്രാം. ഇപ്പം നാം ആദ്യം വരച്ചതും എന്താ പറയുന്നത്? ആദ്യം വരച്ചതും എന്താ കുഞ്ഞുങ്ങളെ? അതും ഒരു പാരലോഗ്രാമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ റിമെമ്പർ, പിന്നെ കുറേ പറയുന്നുണ്ട് ഇത്തരം രൂപങ്ങൾ 5ാം ക്ലാസ്സിലെ സ്കെയിലും ജ്യാമിതിയിലും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. വട്ടത്തിന് പകരം കോൺ മാപിനി ഉപയോഗിച്ച് ചുവടെ കാണിച്ചിരിക്കുന്ന ഒരു സാമാന്തരികം വരച്ച്. ക്യാൻ യു ഡ്രോ പാരലോഗ്രാം? ഒരു പാരലോഗ്രാം എന്നാണ്ടേ അല്ലേ. ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് സെറ്റ് ഇത് നോട്ട് ബുക്കിലോട്ട് വരയ്ക്കാം. നമുക്കിനി തീരാറായി. അതിൻ്റെ 3 എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് തീർക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ. നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ പടം കേട്ടോ ഫസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കൊന്ന് ചെയ്തിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, താഴെ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. താഴെ നോക്കിക്കേ, നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ എടുക്കാൻ. അപ്പം നമ്മൾ 0 മുതൽ 5 സെൻറ്റിമീറ്റർ ഇവിടെ വരെ കേട്ടോ 5 സെൻറ്റിമീറ്റർ ഒരെണ്ണം വരച്ചു. പ്രൊട്രാക്ടർ എടുത്തിട്ട് എത്ര ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്? 50 ഡിഗ്രിയാണ് കേട്ടോ. പ്രൊട്രാക്ടർ എടുത്തിട്ട് 50 ഡിഗ്രി വരയ്ക്കാനാണ്. കറക്റ്റായിട്ട് സൂര്യൻ്റെ ഇതേ തന്നെ വെച്ചിട്ട് വേണം. 50 ഡിഗ്രി എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? ചരിച്ച് നമ്മൾ നേരത്തെ വരയ്ക്കുന്ന പോലെ ചരിച്ച് കറക്റ്റ് അതിൻ്റെ ഇവിടെയും വരണം കേട്ടോ. ഇവിടെയും വരണം, ഇവിടെയും വരണം. പെൻസിൽ വെച്ച് വരയ്ക്കാം, കാരണം നമുക്കവിടെ 3 മതി. അപ്പോൾ നമുക്കൊന്ന് അറിയാൻ വേണ്ടി റഫായിട്ട് ഞാൻ ഒരെണ്ണം വരയ്ക്കുക കേട്ടോ. റഫായിട്ട് പെൻസിൽ വെച്ചിട്ട് കേട്ടോ. അതാണ് പെൻസിൽ വെച്ച് വരച്ചത്. ഇനി നമുക്ക് എത്ര മതി? 3 മതി. അപ്പോൾ ഞാനത് സ്കെയിൽ പേന വെച്ചിട്ട് ആ വര 3 പെൻസിൽ വെച്ചിട്ട് ഞാനത് മാർക്ക് ചെയ്തു. പേന വെച്ചിട്ട് 3 നമ്മളോടവിടെ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. എത്ര? 50 ഡിഗ്രി 3. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ വരയിൽ 3 ഏതാണ്ട് ഇവിടെ വരെ 3 കേട്ടോ. ഓക്കെ ആണോ? 3. ഇനി 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്. തന്നിരിക്കുന്ന എഴുതണേ. ഇവിടെ എത്രയാണ്? 50 ഡിഗ്രിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് 50 എടുക്കാം. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് 50 ഡിഗ്രി 50 കണ്ടേ ഇവിടെ വരും കണ്ടോ. നമ്മളത്തെ കൂട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പെൻസിൽ വെച്ചിട്ട് താപ്പോട്ട് പെൻസിൽ വെച്ച് ഡാർക്ക് കൊടുക്കാതെ, കാരണം 3 സെൻറ്റിമീറ്റർ അതിൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടേ നമുക്ക് കളർ വലുതായിട്ട് കൊടുക്കാതെ, കാരണം 3 പറഞ്ഞായിരുന്നേ. അപ്പോൾ ട്രാക്ടറിൻ്റെ മെഷർ അറിയാൻ വേണ്ടിയാണ് 3 കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാ? ഇവിടെ ഞാൻ ഇങ്ങോട്ടൊന്ന് റഫായിട്ട് പെൻസിൽ വെച്ച് കാണിക്കാം. കാരണം അവിടെയും നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാന്നേ. അതായത് ഇവിടെ 50 ഡിഗ്രി. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും കേട്ടോ. അതൊക്കെ അറിയാമോ? ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയേ എത്ര ഉണ്ട്? ഇത് എവിടെ വന്നാലും ഇല്ലേ എങ്ങനെ വന്നാലും ഓക്കെ. അടുത്തടുത്ത 2 കോഡുകൾ തങ്ങളിൽ കൂട്ടിയപ്പോൾ എത്ര? 180 വന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും കൂടെ, അതായത് ഇവിടെ വരെയെന്ന് നമ്മൾ സ്കെയിലിൽ എടുത്തു അല്ലേ, അത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിക്കുക. രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നോക്കിയേ. ഇനി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഫസ്റ്റ് നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. ഏകദേശം ഇവിടെ വരെയാണ്. 5 സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെ വെച്ചിട്ട് പ്രൊട്രാക്ടറിൽ 50 ഡിഗ്രി എടുത്തു. ഓക്കെ, 50 ഡിഗ്രി എടുത്തിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് അല്ല പെൻസിൽ വെച്ച് ലൈറ്റായിട്ടൊന്ന് വരച്ചു. പക്ഷെ നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ മതിയുണ്ട്. സ്കെയിലിൽ 3 എടുത്തു.
ഇവിടെ എന്താണ് 3 എടുത്തു, അങ്ങനെ യോജിപ്പിച്ചു. ഇനി നിങ്ങൾ ഓർത്തോണോ നിങ്ങളെ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര, ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും 50 ആണ് കേട്ടോ. ഇനി ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 130 കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തടുത്ത് കിടക്കുന്ന തങ്ങളിലൊന്ന് കൂട്ടി നോക്കിയേ. ഇതുകൂടെ കൂട്ടിയേ എത്ര വന്നേ, 180 ഡിഗ്രിയാണ് വന്നേ അല്ലേ. ഇതുകൂടെ കൂട്ടിയേ 180 വന്നേ. ഇതുകൂടെ കൂട്ടിയേ 180 വന്നേ. ഏതൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന 2 എണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരും, 180 വരും കേട്ടോ. ഓക്കെ ആണോ? അടുത്തടുത്ത് കിടക്കുന്നതാണ്. 4 എണ്ണം കൂടെ കൂട്ടുമ്പോഴോ, 4 കോർണറൂടെ കൂട്ടുമ്പോഴോ 360 കേട്ടോ. 360 ഡിഗ്രി വന്നത് എന്തുകൊണ്ടാണ്, അത് ക്വാഡ്രിലേറ്റർ ആണ് കേട്ടോ. 4 വശമുള്ളത് കൊണ്ടാണ്. എന്നാൽ ട്രയാങ്കിൾ ആയിരുന്നെങ്കിലോ, ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ 180 ക്വാഡ്രിലേറ്ററിൻ്റെ 360 കേട്ടോ. ഇത് ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ എന്താ, 4 വശങ്ങളുള്ളതിനെ കേട്ടോ. സമാന്തര പാരലോഗ്രാം അല്ലേ, പാരലോഗ്രാം അല്ലേ, സാമാന്തരികങ്ങൾ. അങ്ങനെയാണെങ്കിൽ എക്സസൈസിലെ ചോദ്യം നമുക്ക് ചെയ്യാം. അതെ സെയിം ഇത് തന്നെ കുഞ്ഞുങ്ങളെ, ഞാൻ ഇതിൽ തന്നെ കാണിക്കട്ടെ. അതായത് അതെ നമ്മൾ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക, സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് അവർ അത് തന്നെ എഴുതുന്നുണ്ട്, 4 സെൻറ്റിമീറ്റർ കാണാൻ പറ്റുന്നുണ്ടോ, 4 സെൻറ്റിമീറ്റർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് 70 ഡിഗ്രി പ്രൊട്രാക്ടറിൽ അതെ കണ്ടോ, പ്രൊട്രാക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അവർ കറക്റ്റായ മെഷറാണ് തന്നിരിക്കുന്നത്. പ്രൊട്രാക്ടറിൽ 70 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് കണ്ടോ, ഇവിടെ 70 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾ പെൻസിൽ കൊണ്ട്, ഇപ്പോൾ നമ്മൾ ആ വരച്ചത് കണ്ടവർക്ക് മനസ്സിലാവും, പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ട് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇപ്പം നമ്മൾ വരച്ച സെയിം ചോദ്യം കേട്ടോ, അതുകൊണ്ടാണ് ഇതിവിടെ മറ്റേത് 50 ഇവിടെ 70 ഉള്ളൂ. ഇനി നോക്കിയേ, നമ്മൾ ഇച്ചിരി ഇങ്ങോട്ടൂടെ നീട്ടി വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്ര എടുത്തത്, 70 ഇവിടെ എടുത്തത്. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 180 70 പോയാൽ ഇവിടെ 110 കേട്ടോ. കാരണം എന്താ, ഈ വര നമ്മൾ പഠിച്ചതാണ്, ഇത് മൊത്തം കൂടെ ആകുമ്പോൾ 180 കേട്ടോ. അപ്പോൾ ഇവിടെ 110 ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും, 110 ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 70 ഇപ്പം മനസ്സിലാക്കണേ. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 3 സെൻറ്റിമീറ്റർ. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര, 4 സെൻറ്റിമീറ്റർ. ഇതാവും നിങ്ങളെ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? ഓപ്പോസിറ്റ് സൈഡ് ഒരുപോലെ ആയിരിക്കും. നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് ഒരുപോലെയാണ്, ഇത് ഒരുപോലെയാണ്, സൈഡുകൾ തങ്ങളിൽ ഒരുപോലെയാണ്. നോക്കി കണ്ടോ, ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കിയേ, ചെയ്യാം. നോക്കൂ നിങ്ങളെ, അത് 5 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. താഴെ 5 സെൻറ്റിമീറ്റർ, 0 മുതൽ 5 സെൻറ്റിമീറ്റർ എന്താ, ഞാനിവിടെ 5 വരെ വരച്ചു. മനസ്സിലാക്കണേ, 5 വരെ. എന്നിട്ട് അവർ ഈ സൈഡാണ് തന്നിരിക്കുന്നത് 120, ഇപ്പുറത്തെ സൈഡാണ് തന്നിരിക്കുന്നത് 120, അതായത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് മേളിയും താപ്പോട്ടാൻ കൊടുത്തതൊന്നും പേടിക്കണ്ട, കാരണം ഇത് അതിനെക്കുറിച്ച് പഠിക്കുന്നതല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, എത്ര അവർ പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററാണ്. കാരണം ടെസ്റ്റ് നല്ലപോലെ നോക്കണം കേട്ടോ. നിങ്ങൾ അപ്പോഴേ കാണുമ്പോഴേ മനസ്സിലാക്കണം, വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത് 120 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 120 കേട്ടോ. ഓപ്പോസിറ്റ് ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ, എത്ര ആയിരിക്കും, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം. അപ്പോൾ ഇവിടെ എത്ര, 60 ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, 60 കേട്ടോ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എത്ര, 5 ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്ര, 3 കേട്ടോ. ഇപ്പോൾ മനസ്സിലായപ്പോൾ എളുപ്പമല്ലേ. അത് പക്ഷേ വരയ്ക്കുമ്പം ഇവിടെ 5 വരച്ചു, നമ്മൾ സ്കെയിലിൽ 3 ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം 3 വരയ്ക്കുക, താപ്പോട്ട്. ഇത് എത്ര ആയിരുന്നു, 5. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാ, 120. തിരിഞ്ഞു പോയില്ലേ, അങ്ങോട്ടായിരുന്നു. തിരിച്ച് 120 ഇപ്പുറത്തോട്ടാവും നിങ്ങൾ എടുക്കേണ്ടത്. സോറി, ഒരു മിനിറ്റ്. 5 സെൻറ്റിമീറ്റർ നീളത്തിലെടുക്കുക, 5 സെൻറ്റിമീറ്റർ. പ്രൊട്രാക്ടർ വെച്ചിട്ട് 120, ഞാൻ ഇപ്പുറത്തെ എടുത്ത് കേട്ടോ, അതാ തെറ്റിപ്പോയെ. അതിൻ്റെ ഇപ്പുറത്താണ് 120. ഇത് കാരണം നമ്മൾ ഈ സൈഡിലല്ലേ എടുത്തത്, അതുകൊണ്ട് മേളത്തെ എടുക്കണം. ഞാൻ ഇവിടെ വെച്ച് എടുത്തായിരുന്നെങ്കിലോ അത് താഴത്തെ എടുക്കണം. അതറിയാമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്? ഞാൻ ഈ വലത്തെ കോർണറിലാണ് നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നതെങ്കിൽ മുകളിലത്തെ എടുക്കണ്ട കേട്ടോ. മുകളിൽ കൊടുത്തേക്കുന്ന ഈ 0, 10, 20, 30 ഇപ്പുറത്താണ് വെക്കുന്നതെങ്കിൽ കേട്ടോ, താഴത്തെ താണ്ടി താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അല്ലേ വെച്ചത്, ഇവിടെ വെക്കുമ്പോൾ 120 എത്രയായിരുന്നു, 120 ഇവിടെ ആയിട്ട് വരും. പെൻസിൽ വെച്ചിട്ട് 120 ലൈറ്റായിട്ടൊരു 120 അങ്ങ് കൊടുക്കുക.
കാരണം എന്താണെന്നറിയോ, സൈഡ് നമുക്ക് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ 3 തന്നിട്ടുണ്ട്. പക്ഷേ ആ വര അറിയാൻ വേണ്ടിയാണ് പെൻസിൽ വെച്ച് അങ്ങനെ ഒരെണ്ണം കൊടുത്തത്, 3 സെൻറ്റിമീറ്റർ. ഇനി അതുപോലെ ഇപ്പുറത്തും എന്താണ് 120. ഇപ്പുറത്ത് വെക്കുമ്പോൾ ഏതാ എടുക്കേണ്ടത്? ഇപ്പുറത്ത് വെക്കുമ്പം ഇത് 120. 120 ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, ലൈറ്റായിട്ട് കൊടുക്കുക കേട്ടോ, ലൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതും 3 സെൻറ്റിമീറ്റർ എടുക്കുക, 3 പേന വെച്ച് 3. എന്നിട്ട് ഇതിനെ യോജിപ്പിക്കുക. ഇങ്ങനെ വരുന്നത് കണ്ടോ, ചരിഞ്ഞൊരു ക്വാഡ്രിലേറ്റർ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് 120. അപ്പോഴേ ഓർത്തോണം ഇതിൻ്റെ ഓപ്പോസിറ്റും 120 അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾ അടുത്തടുത്ത ഡിഗ്രികൾ കൂട്ടുമ്പോൾ എത്ര വേണം? 180. അപ്പോൾ 120 കൂടെ 60 കൂടെ കൂട്ടുമ്പോഴാണ് 180. 120 കൂടെ 60 കൂടെ കൂട്ടുമ്പോൾ 180. ഇത്രയേ ഉള്ളൂ. പിന്നെ 5 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 3 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഓപ്പോസിറ്റ് 3, ഓപ്പോസിറ്റ് 5. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണേ. അടുത്തത് തണ്ടേ, ഇത് കാണുമ്പം തന്നെ 4 സെൻറ്റിമീറ്ററുള്ള ഒരു വര വരയ്ക്കുക കേട്ടോ. 4 സെൻറ്റിമീറ്റർ വേണേൽ അതുകൂടെ വരയ്ക്കാം. നാല് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. 4. പിന്നെ അതിൻ്റെ 2 സെൻറ്റിമീറ്റർ ആംഗിൾ 50 തന്നിട്ടുണ്ടല്ലേ. ഇവിടെ മുകളിൽ 50 തന്നിട്ടുള്ളത് നമുക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 50 തന്നെ. ചെയ്യാതെ ഇതിപ്പോൾ വരയ്ക്കാതെ തന്നെ നമുക്കറിയാം. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര? 50 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 8 ഇല്ലയോ? ഒന്നും ആലോചിക്കണ്ട. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര? 130. കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ? 180 വരണം. ഇവിടെ എത്ര? ഓപ്പോസിറ്റ് 130. എളുപ്പമായി കുഞ്ഞുങ്ങളെ, ഈ പാഠം വളരെ എളുപ്പമാണ്. അപ്പോൾ 50 വെച്ച് നമുക്ക് വരയ്ക്കാൻ അറിയാമല്ലോ, നമ്മളിപ്പോൾ കുറേ ചെയ്തല്ലോ കേട്ടോ. 50, അതായത് ആദ്യം 4 സെൻറ്റിമീറ്റർ എടുക്കുക, പൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 50 ഡിഗ്രി സ്കെയിൽ വെച്ച് വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ പേന വെച്ച് വരയ്ക്കണം. ഇവിടെ അതുപോലെ 50 കേട്ടോ, ഇവിടെ വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതല്ല 130 ആണെന്ന് നമുക്കറിയാം കേട്ടോ. പൊട്രാക്ടറിൽ 130 വെച്ചിട്ട് വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ അതുപോലെ നോക്കും കുഞ്ഞുങ്ങളെ, 3 അല്ലേ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 സെൻറ്റിമീറ്റർ. ഓപ്പോസിറ്റ് എപ്പോഴും സെയിം ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്ര? 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്താ? 3 സെൻറ്റിമീറ്റർ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് റോംബസ് ആണ്. കേട്ടിട്ടുണ്ടോ റോംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം? സൈഡുകൾ, ഇവിടെ സൈഡ് ഒരുപോലെ ഇരിക്കുകയാണ്, സ്ക്വയറിനെ ചരിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 140 ആകുമ്പോൾ ഇവിടെ എന്താ? 140 ആണ് കേട്ടോ. ഇവിടെ 140 ആകുമ്പോൾ ഇവിടെ എത്രയാണ്? 40 ആണ്. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര? 40 ആണ്. ഇത്രയേ ഉള്ളൂ. അടുത്തടുത്ത തങ്ങളിൽ എപ്പോഴും ഇതിലെ 50 ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? അടുത്തടുത്ത സംഖ്യകൾ അടുത്തടുത്ത ഡിഗ്രികൾ തങ്ങളിൽ അതായത് കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം കുഞ്ഞുങ്ങളെ? 180 വരണം. അത്രയേ ഉള്ളൂ കേട്ടോ. 180 വരണം. ഇവിടെ നോക്കി 140, 40, 180. ഇവിടെ എല്ലാം എങ്ങനെ കൂട്ടിയാലും നോക്കിയാൽ 180. പിന്നെ നിങ്ങൾക്ക് സൈഡ് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ പറക്കി എഴുതണം. വരയ്ക്കാൻ അറിയാമേ? ഒന്നുകൂടെ വരച്ച് തരണോ? അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തപ്പോൾ നമുക്ക് 40 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക, പൊട്രാക്ടർ എടുക്കുക, പൊട്രാക്ടറിൽ 40 ഡിഗ്രി ചരിച്ച് സ്കെയിൽ വെച്ച് വരയ്ക്കുക. എന്നിട്ട് പേന വെച്ചിട്ട് തെളിയിച്ച് 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ചരിച്ച് എത്ര ചെയ്യുക? നമുക്കറിയാം ഇവിടെ വരച്ച് കഴിഞ്ഞാൽ എത്ര? 130. ഇവിടെ എത്ര വരുന്നത്? 140 വരുന്നത് അല്ലേ. കാരണം ഇവിടെ എന്താ? നമ്മൾ 40 എടുത്തു. അപ്പോൾ ഇവിടെ 140 പൊട്രാക്ടറിൽ എടുത്തിട്ട് 140. അപ്പോൾ ഇവിടെ എത്ര വരും? 40. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 140. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. യോജിപ്പിച്ച് വരച്ചാൽ മതി കേട്ടോ. എളുപ്പമല്ലേ? ഇതല്ലേ ഹോംവർക്ക് വേണ്ട ഒരെണ്ണം തരാം കുഞ്ഞുങ്ങളെ. നോക്കണേ, വേണ്ടേ? ഞാനൊരു ഹോംവർക്ക് തരാമേ. ഇതാണ് അതിൻ്റെ ഇവിടെ ഞാനൊരു 80 ഡിഗ്രി വരച്ച് കേട്ടോ. 80. ഇതൊരു 5 സെൻറ്റിമീറ്ററും ആയിക്കോട്ടെ. അപ്പോൾ ഞാനിതിനെ എക്സ്, വൈ, ഇസഡ് ഇത് ഓരോന്നും നിങ്ങൾ കണ്ടുപിടിച്ച് എക്സും വൈ ഇസഡും എന്തുവാന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ചാപ്റ്റർ ഫുള്ള് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട് 1, 2, 3 ഇട്ടതാണ്. ലാസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. ഫുള്ളും ഉണ്ട് ഇതിനകത്തിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്കത് ഒക്കുന്നതിനെ നമുക്ക് പരിഹരിക്കാം കേട്ടോ. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നിങ്ങൾ കേട്ടോ. നമ്മൾ ഇതുവരെയുള്ള ചാപ്റ്റർ ഫുള്ള് പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.